ഹായ് മക്കളെ, വെൽക്കം ടു അവർ വീഡിയോ ക്ലാസ്. നമ്മളിന്ന് +2 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ക്വാർട്ടർലി എക്സാമിനാണെങ്കിലും പബ്ലിക് എക്സാമിനാണെങ്കിൽ പോലും വളരെ വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ക്വാർട്ടർലി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 4 ചാപ്റ്ററുകളിൽ നിന്നായി നിങ്ങൾക്ക് എക്സാം നടത്തുമ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 20 മാർക്കിനോളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 20-ലധികം മാർക്കിന് ചിലപ്പോൾ ഉണ്ടാകാവുന്നതുമാണ്. പബ്ലിക് എക്സാമിനാണെങ്കിൽ പോലും ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 7, 8, കഴിഞ്ഞ വർഷം 9 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നതായി കാണാം. സോ നമുക്ക് ഈ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കുകളായി നോക്കിപ്പോകാം. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായി നോക്കുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ചാർജിൻ്റെ ഡെഫിനിഷനും മറ്റൊന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ അറിയാമല്ലോ. ഏത് ലെറ്ററിലാണ് ചാർജിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ക്യൂ, അതല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ക്യൂ, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്ന അർത്ഥത്തിൽ. ചാർജിൻ്റെ SI യൂണിറ്റ് അറിയണം. ചാർജിൻ്റെ SI യൂണിറ്റ് നിങ്ങൾക്കറിയാം, കൂളോം. ക്യാപിറ്റൽ C എന്നെഴുതും, കൂളോം എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടും. പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മില്ലി കൂളോം, മൈക്രോ കൂളോം, നാനോ കൂളോം, ഈ രീതിയിലൊക്കെ ചെറിയ യൂണിറ്റുകൾ പറയും. മോസ്റ്റ് കോമൺലി മൈക്രോ കൂളം എന്ന യൂണിറ്റിൽ പറയും. കൺവേർഷൻ അറിയാമായിരിക്കും അല്ലേ? മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 1 മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കൂളോം എന്നാണ്. മില്ലി 10⁻³ നാനോ 10⁻⁹. ഓക്കെ, ശരി. ദെൻ ചാർജ് ഒരു സ്കേലാർ ആണോ വെക്ടർ ആണോ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. എങ്ങനെയാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്? ചാർജ് ഇല്ലാത്ത ബോഡിയെ നമ്മൾ ന്യൂട്രൽ എന്ന് പറയും. എപ്പോഴാണ് ഒരു ബോഡി ചാർജ്ഡ് ആകുന്നത്? ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് അധികമായി വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ. ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഏത് ബോഡിയിൽ നിന്നാണോ പോയത് അയാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആകും. ഏത് ബോഡിയിലേക്കാണോ വന്നത് അയാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആകും. നോക്കട, ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി, ഈ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. പോസിറ്റീവ്ലി ചാർജ്ഡ് ആകുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് കാരണം ആ ബോഡിയുടെ മാസ് കുറയുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുമ്പോൾ ഇലക്ട്രോൺ ലഭിക്കുന്നത് കാരണം മാസ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് ബേസിക്കായി മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വി ഗോ ടു ദി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടീസ് 2 എഴുതുക, 3 എഴുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രോപ്പർട്ടീസിനെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് എക്സാമിന് പതിവായി വരാറുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചാർജുകളുടെ പ്രോപ്പർട്ടീസ്? സിമ്പിളായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. പോസിറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽഷൻ, നെഗറ്റീവ് അട്രാക്ഷൻ. നമുക്ക് എങ്ങനെ പറയാം? ഒന്നാമത്തെ പോയിൻ്റായി ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടിയായി പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി അഡിറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇലക്ട്രിക് ചാർജ് ഈസ് അഡിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കാണാൻ ഓരോ ഇൻഡിവിജ്വൽ ചാർജുകളും കണ്ട് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകളുടെ സമ്മായിരിക്കും. ചാർജ് ഈസ് അഡിറ്റീവ് ഇൻ നേച്ചർ. ഇതാണ് അഡിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടി. ദെൻ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇലക്ട്രിക് ചാർജ് ഈസ് കൺസർവ്ഡ്. എന്താണ് കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, but it can be transferred from one body to another. ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കൺസർവ്ഡ്. ഇങ്ങനെയും പറയാം. ചാർജ്, ടോട്ടൽ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ചാർജ് ഒരിക്കലും ഉണ്ടാകുന്നില്ല, ഉള്ളത് നശിക്കുന്നുമില്ല. ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത്രമാത്രമാണ് സംഭവിക്കുന്നത്. സോ ചാർജുകളുടെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞാൽ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. അതല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഈസ് അഡിറ്റീവ് ഇൻ നേച്ചർ. ദെൻ ഇലക്ട്രിക് ചാർജ്, ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് കൺസർവ്ഡ്. അല്ലെങ്കിൽ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. നാലാമത്തെ പ്രോപ്പർട്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നാലാമത്തെ പ്രോപ്പർട്ടി? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ. ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടല്ലേ ഏതൊരു ബോഡിക്കും ചാർജ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ആ ബോഡികൾ ചാർജ്ഡ് ആകുന്നത്. ഈ ബോഡിയിൽ നിന്ന് ഇതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു എന്ന് കരുതുക? n ഇലക്ട്രോൺസ്.
അപ്പോൾ ഈ ബോഡിയുടെ ഇതിലേക്ക് n ഇലക്ട്രോൺസ് അധികമായി വന്നു, ഇതിൽ n ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ഇവൻ്റെ ചാർജ് നെഗറ്റീവ്, ഇവൻ്റെ ചാർജ് പോസിറ്റീവ്. എത്രയാണ് ഈ ബോഡിയുടെ ചാർജ്? ഇലക്ട്രോണിൻ്റെ ചാർജ് അറിയാലോ. ഇലക്ട്രോണിൻ്റെ ചാർജിന് നമ്മൾ സ്മോൾ ലെറ്റർ ഇ എന്നാണ് എഴുതുക. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാലോ, 1.6 × 10⁻⁻19 കൂളോം. ഇതിൽ n ഇലക്ട്രോൺസ് അധികമായി, അപ്പോൾ ഈ ബോഡിയുടെ ചാർജ് -n × e. ഇവിടെ n ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു, സോ ഇവൻ്റെ ചാർജ് +n × e. സോ ഏതൊരു ബോഡിയുടെ ചാർജും പ്ലസ് അല്ലെങ്കിൽ -n × e ആയിരിക്കും. ഓക്കെ, ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഓർ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. Q is equal to ±ne. ഏത് ബോഡിയുടെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 1, 2, 3 ഇങ്ങനെ ഇൻറ്റിജറുകൾ മാത്രമായിരിക്കും. ഒന്നുകിൽ 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. 2.3 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. 4.5 ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും ഏത് ബോഡിയുടെയും ചാർജ്. ഈ പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ടതും എക്സാമിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുള്ളതുമാണ്. എന്താണ് ക്വാണ്ടൈസേഷൻ ചോദിച്ചാൽ Q is equal to ±ne സെൻറ്റൻസ് ആക്കി എഴുതുക. ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ഓക്കെ, അതല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. എങ്ങനെ? ഒരു ബോഡിയുടെ ചാർജ് തന്നിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ചോദ്യത്തിന് നമുക്കൊരു മോഡൽ കണ്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, മിനിമം 1 ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു ചാർജിന് ഉണ്ടാകാവുന്ന, ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന മിനിമം വാല്യൂ ഓഫ് ചാർജ് എത്ര? മിനിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്, മിനിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നത് +or- e ആയിരിക്കും. +or-1.6 × 10⁻⁻19 കൂളോം. ഓക്കെ, സോ ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്ന രീതി ഒന്ന് നോക്കിയാലോ. ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് ചാർജ് ഓഫ് 1 കൂളോം, അല്ലെങ്കിൽ -16 മൈക്രോ കൂളോം ആണ്. -16 മൈക്രോ കൂളോം. പബ്ലിക് എക്സാമിൻ്റെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. 1 കൂളോം ചാർജ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം? -16 മൈക്രോ കൂളോം ചാർജ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം? ഇങ്ങനെ ചാർജ് തന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് കാണാൻ Q/E ചെയ്താൽ മതി. Q1 E ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19. 1/1.6 ചെയ്യുമ്പോൾ നമുക്ക് 0.625 എന്ന് കിട്ടും. ഇൻറ്റു 10⁻⁻19 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10⁻⁹. ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡിൽ എഴുതുമ്പോൾ 6.25 × 10⁻18 ഇലക്ട്രോൺസ്. 1 കൂളോം ചാർജ് കിട്ടണമെങ്കിൽ ഇത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. -16 മൈക്രോ കൂളോം ചാർജ് കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. മൈനസ് പ്ലസ് സൈൻ സിഗ്നിഫിക്കൻ്റ് അല്ല, കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ കാണുന്നത്. സോ 16 മൈക്രോ 10⁻⁻6 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19. 16/1.6. 16/1.6 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 10⁻⁻6. 10⁻⁻19 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ +19. ഓക്കെ, സോ 19 + 1 20. 20 - 6 എന്ന് പറയുമ്പോൾ 10⁻14. ഇങ്ങനെ ചാർജ് തന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള പ്രോബ്ലം ചോദിക്കാം. സോ ചാർജ്, ഇലക്ട്രിക് ചാർജ് എന്നുള്ള ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നോക്കി പോകുക. പ്രോപ്പർട്ടീസ് ഏറ്റവും പ്രധാനം ക്വാണ്ടൈസേഷൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വി ഗോ ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദി ചാപ്റ്റർ, കൂളോംസ് ലോ. ഈ ചാപ്റ്ററിൽ 2 ലോകളാണ് പഠിക്കുന്നത്. ഒന്ന് കൂളോംസ് ലോ, ദെൻ കൂളോംസ് ലോയുടെ ബേസിൽ നമ്മൾ പറയുന്ന മറ്റൊരു ലോ ആണ് ഗോസസ് ലോ. ഓക്കെ, ആദ്യം കൂളോംസ് ലോ. കൂളോംസ് ലോയിൽ നിർബന്ധമായി നിങ്ങൾ ഒരു 5 പോയിന്റുകൾ പഠിച്ചു വെക്കണം. ഒന്ന് കൂളോംസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നീട് മാത്തമാറ്റിക്കൽ ഫോം 2 തരത്തിൽ പഠിക്കണം. അത് കഴിഞ്ഞ് വ്യത്യസ്ത മീഡിയങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ റിലേഷൻ പഠിക്കണം. കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. സോ ആദ്യം എന്താണ് കൂളോംസ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് കൂളോംസ് ലോ പറയുന്നത്. 2 പോയിൻ്റ് ചാർജുകൾ, പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ കാണിക്കാൻ പറ്റുന്ന ചാർജുകൾ. 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച് നോക്കണം. ഇത് ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പഠിക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഞാൻ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം 2 പോയിന്റ് ചാർജുകൾ വരയ്ക്കുകയാണ്, Q1, Q2. ഈ 2 ചാർജുകൾക്കിടക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R. ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ആ ചാർജുകളുടെ പ്രൊഡക്റ്റ് വലുതാവും, അപ്പോൾ ഫോഴ്സ് വലുതാകും. എന്നാൽ ചാർജുകൾക്കിടക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ
എഫ് എന്താ പറയുക, ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത്. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നിങ്ങൾ പഠിക്കേണ്ടത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അത് രണ്ട് രീതിയിൽ പഠിക്കുക. ഒന്ന്, ഈ ചാർജുകൾ ഇരിക്കുന്നത് എയർ എന്ന മീഡിയത്തിലാണെങ്കിൽ നിങ്ങൾ ഫോഴ്സിൻ്റെ ഫോർമുല എഴുതുമ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് നമ്മൾ കേട്ട് പരിചയിച്ച കോൺസ്റ്റൻറ്റ് തന്നെ ഏതാണ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് എയർ ആകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ്. പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ വാക്വം, ഫ്രീ സ്പേസ്, ഇങ്ങനെയൊക്കെ പറയാം. ε0യുടെ വാല്യൂ കൂടി ഒന്ന് ബൈ ഹാർട്ടാക്കി വെക്കുന്നത് ഗോസസ് ലോയുടെ പ്രോബ്ലം ചെയ്യാൻ ഉപകരിക്കും. 8.854 എന്നാണ്, മിനിമം 8.8 എന്നെങ്കിലും പഠിക്കുക. 8.8 × 10⁻⁻12. ഓക്കെ, ε0യുടെ യൂണിറ്റ് കൂടി പഠിക്കുന്നത് നല്ലതാണ്, എക്സാമിന് അത്ര അത്യാവശ്യമില്ല എങ്കിലും. ദെൻ അങ്ങനെയെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള 1/4πε0യുടെ വാല്യൂ എത്രയാണ്? അത് 9 × 10⁻9 ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ മറക്കരുത്. സോ എയർ ആകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ നമ്മളിനി നോക്കേണ്ടത് എയർ അല്ലാത്ത മറ്റു മീഡിയങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ്. എയർ അല്ലാത്ത മറ്റു മീഡിയങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഫ് മീഡിയം എന്ന് എഴുതുകയാണ് ഞാൻ. 1/4πε0 കഴിഞ്ഞ് εr എന്നുകൂടി ചേർക്കുക. εr Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എന്താണ് ഈ εr എന്ന് പറഞ്ഞാൽ? εr എന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അങ്ങനെയും പറയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എയർ ആകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ മറ്റു മീഡിയ ആകുമ്പോൾ നോക്കട്ടെ. മറ്റു മീഡിയങ്ങളാകുമ്പോൾ εr ഡിനോമിനേറ്റർ കൂടുകയാണ്. εr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഡിനോമിനേറ്റർ കൂടിയാൽ വാല്യൂ കുറയില്ലേ? അങ്ങനെ വരുമ്പോൾ എഫ് മീഡിയം എന്ന് പറയുന്നതും എഫ് എയറും കമ്പയർ ചെയ്താൽ നമുക്ക് എഫ് എയർ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് മീഡിയം എന്ന് പറയാം. എയറിലായിരിക്കും ഫോഴ്സ് മാക്സിമം. ഓക്കെ, മറ്റേത് മീഡിയത്തെക്കാളും ഫോഴ്സ് കൂടുതൽ എയറിലായിരിക്കും. അപ്പോൾ രണ്ട് ചാർജുകൾ എയറിലിരിക്കുന്നു, അവർ തമ്മിലുള്ള ഫോഴ്സ് ഇത്രയാണ്. ദെൻ മീഡിയം മാറ്റി വാട്ടർ ആയാൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. ഈ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എഫ് എയറും എഫ് മീഡിയവും തമ്മിൽ ഒന്ന് റിലേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും പറ? എഫ് മീഡിയം എന്ന് പറയുന്നത് നോക്കട്ടെ, എഫ് മീഡിയത്തിൻ്റെ എക്സ്പ്രഷനിൽ ഡിനോമിനേറ്ററിൽ ഒരു εr അല്ലേ അധികം ഉള്ളത്. ആ ഡിനോമിനേറ്ററിലെ εr മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എഫ് എയർ അല്ലേ. അങ്ങനെ വരുമ്പോൾ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ εr എന്ന് റിലേറ്റ് ചെയ്യാം. അപ്പോൾ എയറിലെ ഫോഴ്സ്, എയർ അല്ലാത്ത മറ്റൊരു മീഡിയത്തിലെ ഫോഴ്സ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, മൂന്നും റിലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചു വെക്കും. അത് എക്സാമിന് ചോദിക്കാറുണ്ട്, അത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോ കൂളംസ് ലോയിൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, മാത്തമാറ്റിക്കൽ ഫോം എയർ ആകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുക, മറ്റു മീഡിയ ആകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും പഠിക്കുക. അതോടൊപ്പം എഫ് എയറും എഫ് മീഡിയവും തമ്മിലുള്ള റിലേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ കൂളംസ് ലോയുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുള്ള ചോദ്യമാണ് കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം എഴുതുക എന്നുള്ളത്. കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം എഴുതാൻ ചോദിച്ചാൽ മക്കൾ സിമ്പിളായിട്ട് എങ്ങനെ എഴുതാൻ നോക്കൂ. ആദ്യം നിങ്ങൾ രണ്ട് ചാർജുകൾ വരച്ച് കാണിക്കുക. ഇത് +Q1, ഇത് +Q2. ഈ രണ്ട് ചാർജുകൾക്കിടക്കുള്ള ഡിസ്റ്റൻസ് r. ഇനി ഈ പോസിറ്റീവ് ചാർജ് Q1 Q2വിനെ റിപ്പൽ ചെയ്യുന്നു, ആ ഫോഴ്സ് ഇങ്ങോട്ട്. Q2 Q1നെ റിപ്പൽ ചെയ്യുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട്. ഈ രണ്ട് ഫോഴ്സുകളെയും നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പേരെഴുതണം? ഈ ഫോഴ്സിന് F21, ഓക്കെ, ഇതാകട്ടെ F12. F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ബൈ Q2 ആണ്. F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q2 ബൈ Q1 ആണ്. ഓർക്കാൻ എളുപ്പ വഴി, ഇത് Q2 എന്നുള്ള ചാർജാണ്, അപ്പോൾ തുടക്കത്തിൽ 2 എന്ന് എഴുതിയാൽ മതി. ദെൻ അത് കഴിഞ്ഞ് 1. ഇത് Q1 ആണ്. Q1ൻ്റെ അടുത്ത് എഴുതുമ്പോൾ ആദ്യം 1 എഴുതുമ്പോൾ സിമ്പിളായി നമുക്കത് ഓർക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഞാനിനി Q1ൽ നിന്ന് Q2വിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുകയാണ്. അതേപോലെ Q2വിൽ നിന്ന് Q1ലേക്ക് ഇങ്ങനെ വരച്ചാൽ Q1 നിന്ന് Q2വിലേക്കുള്ള പൊസിഷൻ വെക്ടറിനെ R21 എന്നെഴുതി. എളുപ്പം, ഇത് 21, ഇവിടെയും 21. അതേപോലെ Q2വിൽ നിന്ന് Q1ലേക്കുള്ള പൊസിഷൻ വെക്ടർ R12 എന്നെഴുതി. ഇത് 12, ഇത് 12. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കൂളംസ് ലോയുടെ ഈ വെക്റ്റർ ഫോം എഴുതുമ്പോൾ ഈ രണ്ട് ഫോഴ്സുകളുടെയും എക്സ്പ്രഷനുകൾ എഴുതണം. കാരണം ഈ രണ്ട് ഫോഴ്സുകൾക്കും രണ്ട് ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് ഇതിനെ മാറ്റി എഴുതുന്നതാണ് വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. സോ F12 അല്ലെങ്കിൽ F21 എന്താ? F12 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് കഴിഞ്ഞ് R12 ക്യാപ്പ് എന്നുകൂടി എഴുതി കൊടുക്കുക.
R12 ക്യാപ്പ്. നോക്കണം, ഇത് 12, ഇത് 12. അപ്പോൾ F12ൻ്റെ ഡയറക്ഷൻ R12 ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ് എന്ന മീനിങ് കിട്ടും. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല, സിമ്പിളായിട്ട് എഴുതേണ്ട രീതി കാണിക്കുകയാണ്. ഇതേപോലെ F21 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ കഴിഞ്ഞ് R ഇവിടെ F21 ആണ്, അപ്പോൾ R21 ക്യാപ്പ്. ദാറ്റ്സ് ഓൾ. സോ കൂളംസ് ലോയിൽ നിന്ന് ഇത്രയും പോയിന്റ്സ് നിർബന്ധമായും പഠിക്കണം. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചേക്കാം. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്, ചാർജുകൾ കിടക്കുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതോടൊപ്പം ചാർജുകൾ ഇരിക്കുന്ന മീഡിയത്തെയും ഡിപ്പെൻഡ് ചെയ്യും. 3 കാര്യങ്ങൾ മറക്കരുത്. ഓക്കെ, ദെൻ ഈ കൂളംസ് ലോയിലെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചോദിച്ചേക്കാം. പല ടൈപ്പ് പ്രോബ്ലങ്ങൾ. ഞാനൊരു പ്രോബ്ലം ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നോക്കണം, 2 point charges 0.4 microcoulomb and minus 0.8 microcoulomb placed in air are attracted by 0.2 Newton. Calculate the distance of separation. 2 പോയിന്റ് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡുകൾ നോക്കണം. 0.4 മൈനസ് 0.8 മൈക്രോകൂളം. എയറിലാണ്, അട്രാക്ഷൻ 0.2 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കാണണം. എന്താണ് എയർ ആകുമ്പോഴുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ പറ? എഫ് എയർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമുക്ക് ഡിസ്റ്റൻസ് ആ വേണ്ടത്. സോ R സ്ക്വയർ ഇങ്ങോട്ടെടുത്ത് എഫ് അങ്ങോട്ട് എടുക്കാം. 1/4πε0ൻ്റെ വാല്യൂ 9 × 10⁻⁹. Q1 × Q2 എത്രയാ? ഫസ്റ്റ് ചാർജ് 0.4 മൈക്രോ 10⁻⁻6 ഇൻറ്റു നെഗറ്റീവ് സൈൻ എഴുതാം. നമ്മൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ചാർജുകളുടെ ആ സൈൻ കൺസിഡർ ചെയ്യണമെന്നില്ല. 0.8 × 10⁻⁻6 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇങ്ങോട്ട് എടുത്താൽ എഫ് എൽ ഇങ്ങോട്ട് എത്രയാ ഫോഴ്സ്? 0.2. ഓക്കെ, ദെൻ 0.2 0.4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 2 വരും. 2 × 0.8 എന്ന് പറയുമ്പോൾ അത് 1.6 ആവും. 1.6 × 9 എന്ന് പറയുമ്പോൾ അത് 14.4 എന്നാവും. 14.4 × 10⁻. ഇവിടെ 9, ഇവിടെ -6, ഇവിടെ -6. അപ്പം 9 - 6 എന്ന് പറയുമ്പോൾ 9 - 6 3 ആണ്. 3 - 6 എന്ന് പറയുമ്പോൾ -3. ഓക്കെ, നമുക്കിതിനെ 144 ഇൻറ്റു എന്നാക്കുകയാണെങ്കിൽ ഈ ഡെസിമൽ പ്ലേസ് അപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു 10⁻⁻1 കൂടി വരും. അപ്പോൾ 10⁻⁻4. ഇതാണ് R സ്ക്വയർ. അങ്ങനെയെങ്കിൽ R is equal to square root of 144 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. 144ൻ്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. 10⁻⁻2ൻ്റെ സ്ക്വയർ റൂട്ട് -2 ആണ്. ദിസ് ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. സോ കൂളംസ് ലോ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിർബന്ധമായും നോക്കി പഠിച്ചുകൊണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചാർജുകളുടെ ബേസിക് പ്രോപ്പർട്ടീസിന് ശേഷം നമ്മൾ നോക്കിയത്. ഏതായിരുന്നു ടോപ്പിക്ക് പറ? കൂളംസ് ലോ. മറക്കരുത്. കൂളംസ് ലോയ്ക്ക് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. ഏതാ ടോപ്പിക്ക് പറ? ചാപ്റ്ററിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്ന ഭാഗം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നല്ലേ ചാപ്റ്ററിൻ്റെ പേര്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഫീൽഡ് എന്നുള്ള ആ ടോപ്പിക്കിലേക്കാണ് വരുന്നത്. ആദ്യം എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? മാഗ്നറ്റുകൾക്ക് ചുറ്റുമുള്ള റീജിയൻ അല്ലടാ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ചാർജുകൾക്ക് ചുറ്റുമുള്ള റീജിയൻ ആണ് ഇലക്ട്രിക് ഫീൽഡ്. സിമ്പിൾ. ചാർജ്, ഇതൊരു ചാർജ്ഡ് ബോഡിയാണെന്ന് സങ്കല്പിക്കാം. ചാർജ്ഡ് ബോഡിക്ക് ചുറ്റുമുള്ള റീജിയനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. ചാർജുകളുടെ അടുത്തൊക്കെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, അകലും തോറും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ഇ. മറക്കരുത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ക്യാപിറ്റൽ ഇ എന്ന രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ ഇ കാണാനുള്ള ഫോർമുലകൾ 7 ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ ഇ നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ജനറൽ എക്സ്പ്രഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് ചാർജിന് കിട്ടുന്ന ഫോഴ്സ് വെച്ചാണ്. മനസ്സിലായില്ല? ഞാനൊന്ന് ചുരുക്കി പറയാം. ഇതൊരു ചാർജ്ഡ് ബോഡിയാണ് എന്ന് സങ്കല്പിക്കുക, പോസിറ്റീവ് ചാർജ്. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യണം. അവിടെ നമ്മളൊരു യൂണിറ്റ് ചാർജ് സങ്കല്പിക്കണം. യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈൻ ഡെഫിനിഷനിൽ +1 ചാർജ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു വെച്ചത്. സോ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ സങ്കല്പിച്ചാൽ ഈ ചാർജ് ഇവനെ റിപ്പൽ ചെയ്യും. ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് ഇവനെ റിപ്പൽ ചെയ്തത്. ഇത് നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ അട്രാക്റ്റീവ്. അപ്പോൾ യൂണിറ്റ് ചാർജ് വെച്ചാൽ ഈ ചാർജ് ഇവനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ ആയി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്തോ ആവട്ടെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിക്കുക. ജനറൽ എക്സ്പ്രഷൻ E ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. മറക്കരുത്, E ഈസ് ഈക്വൽ ടു F/Q, ഫോഴ്സ് ബൈ ചാർജ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്.
അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താകും പറ? ഫോഴ്സ് ന്യൂട്ടൺ, ചാർജ് കൂളോം, ന്യൂട്ടൺ പെർ കൂളോം. സെക്കൻഡ് ചാപ്റ്ററിൽ വേറൊരു യൂണിറ്റ് കൂടി പഠിക്കുന്നുണ്ട്, അത് ഓർത്ത് വെക്കണം. സെക്കൻഡ് ചാപ്റ്ററിലാണ് വോൾട്ട് പെർ മീറ്റർ. സോ ന്യൂട്ടൺ പെർ കൂളോം ഓർ വോൾട്ട് പെർ മീറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ആകുമ്പോൾ ഡയറക്ഷൻ ഉണ്ട്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം ദി ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിൻ്റെ ഇയുടെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. എന്നാൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. അപ്പോൾ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ മക്കൾ ഓർത്ത് വെക്കണം. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എവേ ഫ്രം ദി ചാർജ്, നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ടുവേർഡ്സ് ദി ചാർജ്. അത് ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്, ഓർത്ത് വെച്ചാൽ മതി. ദെൻ ഇനി പഠിക്കുന്ന മറ്റൊരു പോയിന്റ്, നമ്മൾ കൂളോംസ് ലോയിൽ പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാൻ പഠിച്ചില്ലേ? 1/4πε0 Q1 Q2/r². ആ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ് ചാർജിൻ്റെ കാണാനുള്ള ഫോർമുല പഠിക്കും. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. 1/4πε0 Q/r². പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, അത് E=F/Q എന്നുള്ള എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു റിസൾട്ടാണ്. അതായത് ഇതൊരു പോയിന്റ് ചാർജ് എന്ന് കരുതിക്കോളൂ. +5 മൈക്രോ കൂളം ചാർജ് ആവട്ടെ. ഈ ചാർജിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ഞാൻ P എന്ന് മാർക്ക് ചെയ്യുന്നു. ആ P എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫോർമുല പറ 1/4πε0 Q/r². 1/4πε0 9 × 10⁹. Q ചാർജ് ആണ്. എത്ര ചാർജ്? 5 മൈക്രോ കൂളോം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക. ഇതാണ് പോയിന്റ് ചാർജിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ആദ്യ ഭാഗത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. ജനറൽ എക്സ്പ്രഷൻ F/Q. ഡെഫിനിഷൻ ചോദിച്ചാൽ ഫോഴ്സ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് മറക്കരുത്. ഡയറക്ഷൻ പോസിറ്റീവ് ആകുമ്പോൾ പുറത്തേക്ക്, നെഗറ്റീവ് ആകുമ്പോൾ ഉള്ളിലേക്ക്, എവേ ഫ്രം ദി ചാർജ് ടുവേർഡ്സ് ദി ചാർജ്. ദെൻ പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിക്കും. ഓക്കെ, ഒന്നിലധികം പോയിന്റ് ചാർജുകൾ വരികയാണെങ്കിൽ ഓരോ ചാർജിൻ്റെയും ഫീൽഡ് കണ്ടിട്ട് റിസൾട്ടൻ്റ് കാണണം. ഓക്കെ, ടോട്ടൽ ഫീൽഡ് കാണാൻ പറഞ്ഞാൽ ഓരോ ചാർജിൻ്റെയും ഫീൽഡ് കണ്ട് റിസൾട്ടൻ്റ് കാണണം. അത് കൂളോംസിലോ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലത്തിലും ശ്രദ്ധിക്കണം. സാധാരണ കൂളോംസിലോ 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ആ ഫോഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത്. എന്നാൽ 2ലധികം പോയിന്റ് ചാർജുകൾ, 3 പോയിന്റ് ചാർജ്, 4 ചാർജുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരു ചാർജിന്മേൽ ഒരുപാട് ഫോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഓരോ ഫോഴ്സും നമ്മൾ ആ പറഞ്ഞ ഇക്വേഷൻ വെച്ച് കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ +1 പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? റിസൾട്ടൻ്റ് എങ്ങനെ കാണുക എന്നുള്ളത്, 2 വെക്റ്റർ ക്വാണ്ടിറ്റികൾ ഒരേ ഡയറക്ഷനിലാണ് എന്ന് വിചാരിക്കും. 2 വെക്ടറുകൾ സെയിം ഡയറക്ഷൻ. എങ്ങനെ റിസൾട്ടൻ്റ് കാണും? രണ്ടും കൂടി ആഡ് ചെയ്ത് അതേ ഡയറക്ഷൻ കൊടുക്കണം. എന്നാൽ 2 വെക്ടറുകൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടർ, വലിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ചെയ്ത് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം. ഓക്കെ, ഇനി സെയിം ഡയറക്ഷനും അല്ല ഓപ്പോസിറ്റും അല്ല. അങ്ങനെ വന്നാൽ പാരലലോഗ്രാം ലോ നമുക്കറിയാം. നമ്മൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. √A² + B² + 2AB cos θ. ആ ഫോർമുല വെച്ചുകൊണ്ട് വേണം റിസൾട്ടൻ്റ് കാണാൻ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കിന് ശേഷം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ബേസിക് ആയി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ വരച്ച് കാണിക്കുന്നത് എന്നതിലേക്ക് വരികയാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നുമില്ല, ഇലക്ട്രിക് ഫീൽഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ വരക്കുന്ന ലൈനുകൾ, ഇമാജിനറി ലൈനുകൾ. നോക്കണം, അതിന് വേറൊരു പേര് കൂടിയുണ്ട്. ഫീൽഡ് ലൈൻസ് എന്ന് മാത്രമല്ല, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നും പേരുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന്. ഒന്നുമില്ല, ഇമാജിനറി ലൈൻസ് റെപ്രസെൻറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ്. 5 ഡയഗ്രങ്ങൾ നമ്മൾ വരച്ച് പഠിക്കണം. ഒന്ന്, ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ്. മറ്റൊന്നൊരു നെഗറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ്. മൂന്നാമതായി 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ്. അതേപോലെ 2 നെഗറ്റീവ് ചാർജുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ ആ 2 ചാർജുകളുടെയും കൂടി ടോട്ടൽ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരും. അഞ്ചാമതായി ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്തടുത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ്. സിമ്പിളാണ്. പോസിറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെ വരും? എവേ ഫ്രം ദി ചാർജ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ എങ്ങനെ വരും? ടുവേർഡ്സ് ദി ചാർജ്. ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും, ശ്രദ്ധിക്കണേ. ഓക്കെ, ദെൻ 2 പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ ആ 2 ചാർജുകളുടെയും കൂടി ഫീൽഡ് ലൈൻസ്
നോക്കടാ, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോകുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്തടുത്തിരിക്കുമ്പോൾ രണ്ട് പേരുടെയും കൂടി ഫീൽഡ് ലൈൻസ് വരിക. ഇതേപോലെയാണ് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ. പക്ഷേ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താ വ്യത്യാസം പറ? ഫീൽഡ് ലൈൻസിൻ്റെ ആരോ മാർക്കെല്ലാം ഉള്ളിലേക്കായിരിക്കും എന്ന ഒരൊറ്റ വ്യത്യാസം. ആരോ മാർക്കൊക്കെ ഉള്ളിലേക്കായിരിക്കും. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ആരോ ഒക്കെ പുറത്തേക്കായിരിക്കും, നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ആരോ എല്ലാം ഉള്ളിലേക്കായിരിക്കും. ഓക്കെ, ഈ മിഡ് പോയിന്റിലൂടെ ഒന്നും ഫീൽഡ് ലൈൻസ് കടന്നു പോകില്ല. അവിടെയൊക്കെ റിസൾട്ടൻ്റ് ഫീൽഡ് 0 ആയിരിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, പോസിറ്റീവ് ആകുമ്പോൾ ഫീൽഡ് പുറത്തേക്കായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്കിടക്ക് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഉള്ളിലേക്കും പോസിറ്റീവ് പുറത്തേക്കും ഓർത്താൽ മതി. ഈ ഭാഗത്ത് റിസൾട്ടൻ്റ് ഫീൽഡ് നോക്കി ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ വന്നിരിക്കും. ഒരു ലൈന് കൂടി വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ രീതിയിലായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തൊക്കെ ഫീൽഡ് ലൈൻസ് അവിടെ അകന്നായിരിക്കും കാണുക. ഇവിടെയൊക്കെ ഫീൽഡ് ലൈൻ ഇവിടെ അകന്നായിരിക്കും ഫീൽഡ് ലൈൻസ് കാണുക. ഈ ഭാഗത്തൊക്കെ അടുത്തടുത്തായിരിക്കും ഫീൽഡ് ലൈൻസ് കാണുക. സോ ഫീൽഡ് ലൈൻസിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചാൽ ഈ രീതിയിൽ സിമ്പിളായിട്ട് വരയ്ക്കാൻ പഠിക്കാം. പിന്നെ പലപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഫീൽഡ് ലൈൻസ് വരച്ചു തരും, ചാർജും മാർക്ക് ചെയ്ത് തരും, പക്ഷേ ആരോ മാർക്ക് ഇടാൻ പറയും. അല്ലെങ്കിൽ ആരോ മാർക്ക് ഇട്ട് തരും, ഈ ചാർജുകൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ പറയും. അതൊക്കെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫീൽഡ് ലൈൻസ് വരക്കാൻ ചോദിച്ചാൽ വരക്കാൻ സാധിക്കണം. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്ക് ഡൈപോൾ എന്ന ടോപ്പിക്കിലേക്ക് വരും. ഒരു ഡൈപോൾ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിട്ടുള്ളതാണ് നമ്മൾ ഡൈപോളിൻ്റെ കേസിൽ പഠിക്കുക. അപ്പോൾ ഡൈപോളിൻ്റെ ഫീൽഡ് ലൈൻസ് വരക്കാൻ പറഞ്ഞാൽ അഞ്ചാമത്തെ ഈ ചിത്രമാണ് നിങ്ങൾ വരക്കേണ്ടത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഫീൽഡ് ലൈൻസ് വരക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫീൽഡ് ലൈൻസിൻ്റെ ചില പ്രോപ്പർട്ടീസ് പഠിക്കണം. ഫീൽഡ് ലൈൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടീസ്. ഒന്നുമില്ല, ഫീൽഡ് ലൈൻസ് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് പറ. ഫീൽഡ് ലൈൻസ് തുടങ്ങുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്, എന്നാൽ അവസാനിക്കുന്നത് എവിടെയാണ്? നെഗറ്റീവ് ചാർജ്. പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്നു. ഓക്കെ, ദെൻ രണ്ടാമതായി ഒരു പ്രോപ്പർട്ടി പറയുന്നത് ഇതൊരു ഫീൽഡ് ലൈൻ ആണെന്ന് കരുതുക. എനിക്ക് ഈ ഫീൽഡ് ലൈനിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറിയണം. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. ആ ഫീൽഡ് ലൈനിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് ഇ അറ്റ് എ പോയിന്റ് ഈസ് ടാൻജൻഷ്യൽ. ഓരോ പോയിന്റിലെയും ഇയുടെ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. തേർഡ് പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രദ്ധിക്കണം. ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ എവർ ഇൻ്റർസെക്റ്റ്. ശ്രദ്ധിക്കുക, ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്, ഇൻ്റർസെക്റ്റ് ചെയ്താൽ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് പറയേണ്ടി വരും. നോക്കണം, ഞാൻ രണ്ട് ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായി കാണിക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. ഇത് ഒരു ഫീൽഡ് ലൈൻ, ഇത് മറ്റൊരു ഫീൽഡ് ലൈൻ. രണ്ട് ഫീൽഡ് ലൈനും ഈ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫീൽഡ് ലൈൻ ആരോ ഇങ്ങോട്ട്, രണ്ടാമത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചാൽ, ഈ ലൈനിന് ടാൻജൻറ്റ് വരച്ചാൽ നോക്കണം, ഈ ലൈനിന് ടാൻജൻറ്റ് വരക്കുമ്പോൾ ഈ രൂപത്തിലായി വരും. ഈ ലൈനിന് ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങനെയും വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻസ് പോസിബിൾ ആവും. അതൊരിക്കലും സാധ്യമല്ല. ഓക്കെ, അങ്ങനെ വരുന്നത് കൊണ്ട് ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. പിന്നെ വേറെയും കുറേ പ്രോപ്പർട്ടീസ് പറയാം. അതായത് ഫീൽഡ് ലൈൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അവിടെ ഫീൽഡ് സ്ട്രോങ് ആണ്. അതേപോലെ യൂണിഫോം ഫീൽഡ് ആകുമ്പോൾ ഫീൽഡ് ലൈനുകൾ പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റൻറ്റ് ഇങ്ങനെയൊക്കെ വരും യൂണിഫോം ഫീൽഡ് ആകുമ്പോൾ. ഓക്കെ, ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആയി കാണുകയില്ല. ഈ രൂപത്തിലൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് പറയാം. ഏതെങ്കിലും രണ്ടോ മൂന്നോ പ്രോപ്പർട്ടീസ് എഴുതാൻ ചോദിക്കാം. ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ് വൈ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഫീൽഡ് ലൈൻസ് എന്താണ് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതായി 7 ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. ആ ഡെറിവേഷൻസ് എല്ലാം നമ്മൾ തുടങ്ങുന്നത് ഡൈപോളുമായി ബന്ധപ്പെട്ട സെഷനിൽ നിന്നാണ്. സോ ഇലക്ട്രിക് ഡൈപോൾ, ആദ്യം ഡെഫിനിഷൻ. നമ്മൾ +1 കെമിസ്ട്രിയിലും കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ട്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ പറയും. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ചാർജുകൾ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a very small distance. Define dipole. Public exam in the previous question. Okay, definition പഠിക്കുക. Then ഡൈപോളുകൾക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ എങ്ങനെ പറയാം? ഡൈപോളുകൾക്ക് എക്സാമ്പിൾ ആണ്
HCl മോളിക്യൂൾ, KCl മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ. ഇതിലൊക്കെ HCl മോളിക്യൂളിലെ കെമിക്കൽ ബോണ്ടിങ് ഓർക്കുന്നുണ്ടോ? ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ക്ലോറിൻ്റെ അടുത്തേക്ക് നീങ്ങും. അപ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ അവിടെ H+Cl- ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മോളിക്യൂളുകളെല്ലാം പെർമനൻറ്റ് ഡൈപ്പോളുകൾക്ക് എക്സാമ്പിളായി പറയാം. ഡൈപ്പോളുകൾ നമ്മൾ വരച്ച് കാണിക്കുന്ന രീതി, രണ്ട് ചാർജുകളാണല്ലോ ഡൈപ്പോളിനകത്തുള്ളത്. അപ്പോൾ ഒന്ന് -Q എന്നെഴുതിയാൽ മറ്റൊന്ന് +Q എന്നെഴുതാം. ഈ ചാർജുകളുടെ ആ ഡിസ്റ്റൻസിന്, ചാർജുകൾക്കിടക്കുള്ള ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതിന് നമ്മൾ 2a എന്നെഴുതും. സാധാരണ ഡിസ്റ്റൻസിനെ x എന്നോ y എന്നോ l എന്നോ r എന്നോ a എന്നൊക്കെ എഴുതാറുണ്ട്. ഇതെന്തിനാ 2a എന്നത് ആ മുഴുവൻ ലെങ്ത്തിനെ 2a എന്നെടുത്താൽ ഡൈപ്പോളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയെ നമുക്ക് a എന്നെടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിനാണ് നമ്മൾ മുഴുവൻ ലെങ്ത്തിന് 2a എന്നെടുക്കുന്നത്. ഓക്കെ, ഡൈപ്പോളിൻ്റെ സെൻറ്റർ പോയിന്റ് O എന്നെഴുതും. ഡൈപ്പോളുകളുടെ സ്ട്രെങ്ത് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ഡൈപ്പോൾ മൊമെൻറ്റ്. ഡിഫൈൻ ഡൈപ്പോൾ മൊമെൻറ്റ്, പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഡൈപ്പോൾ മൊമെൻറ്റിന് നമ്മൾ P എന്നുള്ള ലെറ്ററിൽ കാണിക്കും. എന്താ ഡൈപ്പോൾ മൊമെൻറ്റ്? പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ഇൻറ്റു ഡൈപ്പോൾ ലെങ്ത്, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്, ചാർജ് Q ഇൻറ്റു ഡിസ്റ്റൻസ് 2a. ഡിഫൈൻ ഡൈപ്പോൾ മൊമെൻറ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ മറക്കരുത്, പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ഇൻറ്റു ഡൈപ്പോൾ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. ഓക്കെ, ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് മറക്കരുത്, പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണത്. ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളോം, ഡിസ്റ്റൻസ് മീറ്റർ, കൂളോം മീറ്റർ. ഓക്കെ, ഡയമെൻഷൻ അത്യാവശ്യമില്ല. ചാർജിൻ്റെ ഡയമെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ചാർജിൻ്റെ ഡയമെൻഷൻ AT എന്നാണ് എഴുതുക. അപ്പോൾ ATL എന്നൊക്കെ വേണമെങ്കിൽ ഡയമെൻഷനും എഴുതാം. ATL ചാർജിൻ്റെ ഡയമെൻഷൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ശ്രദ്ധിക്കണേ. ഇലക്ട്രിക് ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് നോക്കണേ, ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് AT എന്നാണ്. അത് നമ്മൾ കറൻറ്റ് I = Q/T എന്നതിൽ നിന്ന് Q = IT എന്ന് എഴുതാലോ. അതിൽ നിന്ന് നമ്മൾ ഡയമെൻഷൻ AT, സോ സ്മോൾ ലെറ്റർ T അല്ല, ഡയമെൻഷൻ എന്നുമ്പോൾ ക്യാപിറ്റൽ T എന്ന് എഴുതണം. AT എന്നാണ് ഡയമെൻഷൻ. ഓക്കെ, ശരി. യൂണിറ്റ് കൂളോമീറ്റർ ആണ്, ഡയമെൻഷൻ ATL എന്നാണ്. ഡൈപ്പോൾ മൊമെൻ്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഡൈപ്പോൾ മൊമെൻ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, മറക്കരുത്. ഡൈപ്പോൾ മൊമെൻ്റ് വെക്റ്റർ ആണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം -Q to +Q. ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഫ്രം -Q to +Q. ദെൻ ഡൈപ്പോളിൻ്റെ ചാർജുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈൻ, ഇത് -Q, ഇത് +Q. ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. ഡൈപ്പോളിൻ്റെ രണ്ട് ചാർജുകളെ കണക്ട് ചെയ്ത് വരക്കുന്ന ലൈനെ നമ്മൾ പറയും ഡൈപ്പോളിൻ്റെ ആക്സിയൽ ലൈൻ, അതല്ലെങ്കിൽ ആക്സിസ് എന്ന് പറയും. ആക്സിസ് അല്ലെങ്കിൽ ആക്സിയൽ ലൈൻ. എന്നാൽ ഡൈപ്പോളിൻ്റെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലാർ ലൈൻ, അതിനെ വിളിക്കുക ഇക്വറ്റോറിയൽ ലൈൻ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മതി. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയും. ഓക്കെ, ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ. സോ ഡിഫൈൻ ഡൈപ്പോൾ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഡൈപ്പോളിന് എക്സാമ്പിൾ, ഡൈപ്പോൾ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യുക, ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഫോർമുല, ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്, ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഡൈപ്പോളുമായി ബന്ധപ്പെട്ട് ബേസിക്കായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകൾ ഓരോന്നായി നോക്കാൻ പോവുകയാണ്. ഇനി ഡെറിവേഷനുകൾ ഉൾപ്പെടുന്ന ടോപ്പിക്കാണ് വരാൻ കിടക്കുന്നത്. ആദ്യം നമ്മൾ ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. ദെൻ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. ഡെറിവേഷൻ നോക്കാം. ഡെറിവേഷനെല്ലാം മക്കൾ സിമ്പിളായി പഠിക്കണം. കുറഞ്ഞ സ്റ്റെപ്പുകളിലാക്കി നിങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കണം. നോക്കാം നമുക്ക് ആദ്യം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് അലോങ് ആക്സിയൽ ലൈൻ, ഡയറക്ഷൻ മാത്രമല്ല അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പഠിക്കാൻ പോകണം. ആദ്യം നമ്മൾ ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഫോർമുല അങ്ങ് ബൈ ഹാർട്ടാക്കുക. എന്തൊരു ഡെറിവേഷൻ പഠിക്കുകയാണെങ്കിലും മക്കൾ എങ്ങനെ പഠിക്കാം? ആദ്യം ഫോർമുല ബൈ ഹാർട്ടാക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ട ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കും. ഡയഗ്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മാർക്ക് ചെയ്യണം എന്നുള്ളത് വൃത്തിയായി പഠിക്കും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് പരമാവധി മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ പരമാവധി ചുരുക്കി പഠിക്കാനും ശ്രമിക്കുക. ആദ്യം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഞാൻ എഴുതാം, ശ്രദ്ധിക്കണേ. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 2p/r³ എന്നാണ്. 2p/r³. കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? നമ്മൾ ഫീൽഡ് കാണുന്ന പോയിന്റിലേക്കുള്ള ദൂരം ഡൈപ്പോൾ ലെങ്ത്തിൻ്റെ പകുതിയായ a എന്നുള്ള ദൂരത്തേക്കാൾ വളരെ വലുതാവണം.
സോ ഫോർമുല ബൈ ഹാർട്ടാക്ക് 1/4πε0 2p/r³. r എന്ന് പറഞ്ഞ ഫീൽഡ് കാണുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഞാൻ ഡിസ്റ്റൻസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് തരാം. ആ ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്ത്ത് അല്ലെങ്കിൽ ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതിയായ എ എന്ന ലെങ്ത്തിനേക്കാൾ വളരെ വലുതായിരിക്കും. അപ്പോൾ വളരെ അകലുള്ളൊരു പോയിന്റിലെ ഫീൽഡാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇങ്ങനെ ഫോർമുല പഠിക്കുക. 1/4πε0 2p/r³. ഇനി ഞാൻ അതിൻ്റെ പ്രൂഫിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഡയഗ്രാം വരക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കട്ടോ. ആദ്യം നമ്മൾ ഡൈപോൾ വരക്കുക. നോക്കട്ടെ, ഡൈപോൾ വരച്ചു. ഡൈപോൾ ഞാൻ -q ഇവിടെ എഴുതി, +q ഇവിടെ എഴുതി. ഞാൻ എപ്പോൾ ഡൈപോൾ വരക്കുമ്പോഴും ആദ്യം -q കൊടുക്കും, പിന്നെ +q. അതായത് ഈ ഡൈപോൾ വരച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 3 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ഡൈപോൾ വരച്ച് സെക്കൻഡ് ചാപ്റ്ററിൽ 2 ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അവിടെ എല്ലാം തുടക്കത്തിൽ -q അതിനുശേഷം +q ഇങ്ങനെ എഴുതി പോയാൽ ചില ഭാഗത്ത് ഡയറക്ഷൻസ് വരുന്നതും ആംഗിൾ മാർക്ക് ചെയ്യുന്നതും തെറ്റിപ്പോവില്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ -q വരച്ചത്. അങ്ങനെ വരക്കണമെന്ന് നിർബന്ധമല്ല. ഞാൻ -q +q ഇങ്ങനെ എടുത്തു. ഇത് ഡൈപോളിൻ്റെ സെൻറ്റർ പോയിന്റ് O. ഇനി ഞാൻ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് P എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, P ഇനി കൺഫ്യൂഷൻ ആകുമെങ്കിൽ വേണ്ട. ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് ഞാൻ A എന്ന് മാർക്ക് ചെയ്തു. നോക്കണം, ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് A എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം 6. ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതി ദൂരം A ഇങ്ങനെ. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്താൽ ഡയഗ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഈ പോയിന്റ് A എന്നുള്ള പോയിന്റിലെ ഫീൽഡാണ് നമ്മൾ കാണുന്നത്. A എന്നുള്ള പോയിന്റിൽ ആരുടെയൊക്കെ ഫീൽഡ് ഉണ്ട്? +q-ൻ്റെ ഫീൽഡ് ഉണ്ട്, -q-ൻ്റെ ഫീൽഡ് ഉണ്ട്. +q-ൻ്റെ ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ പറ. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എപ്പോഴും പുറത്തേക്കായിരിക്കില്ലേ? പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് പുറത്തേക്കായിരിക്കും. നോക്കണം, ഞാൻ കളർ മാറ്റി കാണിക്കാം. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് അങ്ങോട്ടായിരിക്കും. ഈ പ്ലസ് എന്ന് എഴുതുകയാണ് അങ്ങോട്ട്. ഈ പ്ലസ് അങ്ങോട്ട്. നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ഇങ്ങോട്ടല്ലേ? അപ്പോൾ അത് ഞാൻ ഈ മൈനസ് എന്ന് എഴുതി. അപ്പോൾ 2 ഫീൽഡുകളും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റിസൾട്ടൻ്റ് കാണുക? വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. അപ്പോൾ ഡയഗ്രാം തീർന്നോടാ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് A എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണാം? 2 ഫീൽഡുകളും ഓപ്പോസിറ്റാണ്. അങ്ങനെ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ആരുടെ ഫീൽഡാണ് വലുത്? ഈ A എന്നുള്ള പോയിന്റിൻ്റെ അടുത്തല്ലേ +q. അപ്പോൾ +q-ൻ്റെ ഫീൽഡാണ് വലുത്, -q-ൻ്റെ ഫീൽഡ് ചെറുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെറിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതി തുടങ്ങാം? ഈ ആക്സിയലാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു E പ്ലസ് മൈനസ് ഇ മൈനസ്. ഈ പ്ലസിൽ നിന്ന് ഇ മൈനസ് ചെയ്യണം. എന്താണ് ഈ പ്ലസ് കാണാനുള്ള ഫോർമുല പറയും? ഞാനത് റൈറ്റ് സൈഡിൽ എഴുതുകയാണ്. ശ്രദ്ധിക്കട്ടോ, റൈറ്റ് സൈഡിൽ എന്താണ് ഈ പ്ലസ് കാണാനുള്ള ഫോർമുല? 1/4πε0 q ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ഒരു പോയിന്റ് ചാർജിൻ്റെ ഈ കാണാനുള്ള ഫോർമുല 1/4πε0 q/r². അപ്പോൾ 1/4πε0 q/. ഇനി മക്കൾ ശ്രദ്ധിക്കണം, ഏത് ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്? ഡിസ്റ്റൻസ് ആയി നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് ചാർജിൽ നിന്ന് എയിലേക്കുള്ള ദൂരം. നോക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്, എന്നാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയുമാണ്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് ആറുമാണ്. അപ്പോൾ ബാക്കി ദൂരം എത്ര വരിക? r - a. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ r - a ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെയെങ്കിൽ ഈ മൈനസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴോ 1/4πε0 q ഡിവൈഡഡ് ബൈ നോക്കണം, -q എന്ന ചാർജിൽ നിന്ന് ഇവിടെ നിന്ന് എയിലേക്കുള്ള ദൂരം. ഈ ദൂരം a, ഈ ദൂരം r. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും? r + a ദി ഹോൾ സ്ക്വയർ. മറക്കരുത്, പ്ലസ് വരുന്നിടത്ത് ഇവിടെ മൈനസ് ആണ്, മൈനസ് വരുന്നിടത്ത് ഇവിടെ പ്ലസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ വരക്കുക, ആദ്യം -q പിന്നെ +q ആണെങ്കിൽ. ശരി, അങ്ങനെ വരുമ്പോൾ ഈ പ്ലസ് മൈനസ് ഈ മൈനസ് എന്ന് പറയുമ്പോൾ ഈ പ്ലസിൽ നിന്ന് ഈ മൈനസ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് കോമൺ ആയി എന്ത് വരും എന്നുള്ളത് നോക്കണം. കോമൺ ആയി എന്ത് വരും? നമുക്ക് കോമൺ ആയി രണ്ടിലും 1/4πε0 ഉണ്ട്, അതോടൊപ്പം q ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു q/4πε0 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? 1/r - a ഹോൾ സ്ക്വയർ മൈനസ് 1/r + a ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പരിപാടി വേഗം അവസാനിപ്പിക്കുക. ഓക്കെ, ഇസ് ഈക്വൽ ടു q/4πε0 ബ്രാക്കറ്റ് വരാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. r + a ഹോൾ സ്ക്വയർ മൈനസ് r - a ഹോൾ സ്ക്വയർ, ഡിനോമിനേറ്റർ r - a ഹോൾ സ്ക്വയർ ഇൻറ്റു r + a ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് 2 വരി കൂടി എഴുതുമ്പോഴേക്കും നമുക്ക് ഡെറിവേഷൻ അവസാനിപ്പിക്കുക. നോക്കണം, ഇസ് ഈക്വൽ ടു q/4πε0. ന്യൂമറേറ്റർ ശ്രദ്ധിക്ക്, a + b ഹോൾ സ്ക്വയർ മൈനസ് a - b ഹോൾ സ്ക്വയർ.
എക്സ്പാൻഡ് ചെയ്താൽ കട്ട് ചെയ്ത് പോയാൽ 4ab എന്നാണ് കിട്ടുക. a+b² - a-b² 4ab. അങ്ങനെ വരുമ്പോൾ ഇവിടെ 4 ഇവിടെ a b എന്ന് പറഞ്ഞാൽ ആറും എയും 4ra ഡിവൈഡഡ് ബൈ ഇത് r - a ഇൻറ്റു r+a എന്നാണെങ്കിൽ r² - a² അല്ലേ. r - a ഇൻറ്റു r+a r² - a². പക്ഷേ ഇവിടെ ഇതിനും സ്ക്വയർ ഉണ്ട്. അപ്പോൾ r² - a² ദി ഹോൾ സ്ക്വയർ എന്നെഴുതാം. r² - a² ദി ഹോൾ സ്ക്വയർ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, സോറി എ അല്ല, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എ എന്ന ഡിസ്റ്റൻസിനേക്കാൾ വളരെ വലുതാണെങ്കിൽ, ആർ എന്നുള്ള ഡിസ്റ്റൻസ് എയേക്കാൾ വളരെ വലുതാണെങ്കിൽ ഈ r² - a² എന്ന് പറയുന്നതിൽ a² നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് r² എന്ന് മാത്രമാവും. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്താവും നോക്കിക്കുക. ഡിനോമിനേറ്റർ എന്താവുക? r² - a² r² ആയാൽ പിന്നെ r² ദി ഹോൾ സ്ക്വയർ എന്ന് വരില്ലേ. r² ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r⁴ അല്ലേ. അപ്പോൾ ഇത് r⁴ ആയി. ന്യൂമറേറ്ററിലോ 4ra എന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഒരു 6, അതേപോലെ ഇവിടുന്ന് ഒരു 6 കട്ട് ചെയ്ത് പോയാൽ, ഓക്കെ, അവിടുന്ന് ഒരു 6 കട്ട് ചെയ്ത് കളഞ്ഞാൽ r³ ആയി. അപ്പോൾ ഇവിടെ എന്തായി പറ, q/4πε0 4a ഡിവൈഡഡ് ബൈ r³ കഴിഞ്ഞ q × 2a അല്ലേ p എന്ന് പറയുന്നത്. q × 2a അല്ലേ p. അപ്പോൾ q × 4a എന്ന് പറയുമ്പോൾ 2p എന്നായി. ദെൻ ആൻസർ ആയി കഴിഞ്ഞു. എന്താ പറയുക, 1/4πε0. ന്യൂമറേറ്റർ q × 2a എന്ന് പറഞ്ഞാൽ p ആണ്. q × 4a എന്ന് പറയുമ്പോൾ അപ്പോൾ 2p ഡിവൈഡഡ് ബൈ r³. ഓക്കെ, സോ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല നമ്മൾ കുറഞ്ഞ സ്റ്റെപ്പുകളിൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിക്കണം, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല. ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ പറയണം അത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ. ഡെറിവേഷൻ 2 മാർക്കിനും 2.5 മാർക്കിനൊക്കെ ചോദിക്കും, വൃത്തിക്ക് പഠിക്കും. ഓക്കെ, ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യാം നോക്കിക്കോളൂ. ആദ്യം ഫോർമുല പഠിച്ചു നോക്കുക. ഒന്നുമില്ല, ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല 1/4πε0. നേരത്തെ 2p/r³ ആണെങ്കിൽ ഇപ്പോൾ p/r³. ഓക്കെ, ആ 2 അങ്ങ് കളയുക, അതിൻ്റെ പകുതി. ഇവിടെയും കണ്ടീഷൻ ഉണ്ട്, പോയിന്റ് ദൂരെ ആയിരിക്കണം ഇഫ് r ഈസ് വെരി വെരി ലാർജർ ദാൻ a. ഓക്കെ, ഈ ഫോർമുല നമ്മൾ ബൈഹാർട്ട് ആക്കിയതിന് ശേഷം നമ്മൾ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പ്രൂഫിന് വേണ്ടി ഡയഗ്രാം വരക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. ഡയഗ്രത്തിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട്, എന്നാൽ ഒരുപാടില്ല. നോക്കിക്കോളൂ, ഞാൻ ആദ്യം എങ്ങനെയാണ് ഡയഗ്രാം സിമ്പിളായി വരക്കേണ്ടത് എന്ന് പറയാം. നോക്കിക്കോട്ടോ, ആദ്യം നമ്മൾ ഡൈപോൾ വരയ്ക്കും. ഡൈപോൾ വരക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്ന രീതി പറഞ്ഞു. ആദ്യം -q എഴുതി, പിന്നെ +q എഴുതി, ദെൻ സെൻറ്റർ പോയിന്റ് O. ദെൻ ഇക്വറ്റോറിയൽ ലൈൻ ഞാൻ മാർക്ക് ചെയ്തു. ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിൻ്റായി ഞാൻ ഇവിടെ A എന്ന് മാർക്ക് ചെയ്യാണ്. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ r എന്നെടുത്തു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ വരക്കണം, നന്നായി ശ്രദ്ധിക്കണേ. നോക്കട്ടെ, ഇവിടെ ഈ ഡിസ്റ്റൻസ് ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതി ദൂരം a എന്നാണല്ലോ. -qവിൽ നിന്ന് a-യിലേക്കുള്ള ഡിസ്റ്റൻസ്, +qവിൽ നിന്ന് a-യിലേക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഡിസ്റ്റൻസും സെയിം അല്ലേ. പൈതഗോറസ് തിയറം, ഈ ദൂരം a ആണ്, ഈ ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത് വരും? √r² + a². ഓക്കെ, ഈ ആംഗിൾ ഞാൻ തീറ്റ എന്നെടുക്കുകയാണ്. അപ്പോൾ ഈ ആംഗിളും തീറ്റ. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടിയപ്പോൾ നമുക്ക് അതിൽ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളുമായി. ദെൻ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവ് ചാർജ് അല്ലേ ഇത്. പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കല്ലേ. അപ്പോൾ ഇത് E+ ആയി. നെഗറ്റീവ് ചാർജ് അല്ലേ ഇത്. നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉള്ളിലേക്കല്ലേ. അപ്പോൾ അത് E- ആയി. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ E+ എന്ന് പറയുന്നതും E- എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. എന്തുകൊണ്ട്? എന്താണ് ഈ കാണാനുള്ള ഫോർമുല? 1/4πε0 q/ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. q + q - q ഡൈപോളിൻ്റെ ചാർജുകൾ സെയിം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ദൂരവും സെയിം ആണ്. അപ്പോൾ രണ്ടിനും പകരം ഞാൻ സിമ്പിളായി E എന്ന് എഴുതുകയാണ്. മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ E എന്ന് എഴുതിയാൽ മതി. ഇനി നോക്കണം, ഇവിടെ ഒരു ഫീൽഡ് ഈ ഇലക്ട്രിക് ഫീൽഡ് E+ ഇങ്ങോട്ടും E- ഇങ്ങോട്ടും അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 2 വെക്ടറുകളുടെയും കമ്പോണൻസ് എടുക്കാൻ. ഇത് ഞാൻ തൽക്കാലം E എന്ന് എഴുതുകയാണ്, ഇതും E എന്ന് എഴുതുകയാണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. E+ ആണ്, ഇത് E- ആണ്. ഓക്കെ, ഇതിൻ്റെ കമ്പോണൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് 2 വരക്കുമ്പോൾ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടും അടുത്ത കമ്പോണൻറ്റ് ഇങ്ങോട്ടും വരും.
അതേപോലെ താഴെ ഈ മൈനസിൻ്റെ കമ്പോണൻസ് വരക്കുകയാണെങ്കിൽ ഒന്ന് താഴോട്ടും ഒന്ന് ഇങ്ങോട്ടും വരും. നോക്കണം, ഈ രണ്ട് ആംഗിൾസ് ഒക്കെ തീറ്റയായതുകൊണ്ട് ഈ ആംഗിളുകളും തീറ്റയായിരിക്കും. അങ്ങനെ വരുമ്പോൾ തീറ്റയോട് ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് അല്ലേ. അപ്പോൾ ഇത് ഈ കോസ് തീറ്റ, ഈ പ്ലസ് ആണ്, അതേപോലെ ഇത് ഈ മൈനസ് കോസ് തീറ്റ. ഈ പ്ലസും ഈ മൈനസും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഈ കോസ് തീറ്റ എന്ന് എഴുതി. ഇത് രണ്ടും സൈൻ കമ്പോണൻസ് ആയിരിക്കും, അത് ക്യാൻസൽ ചെയ്ത് പോകും, ഓപ്പോസിറ്റും ഈക്വലും. അപ്പോൾ പിന്നെ ഈ രണ്ട് കമ്പോണൻസ് മാത്രമല്ലേ ബാക്കി വരുള്ളൂ. ആ രണ്ട് കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഈ കോസ് തീറ്റ ഒരേ ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഡയഗ്രാം ഇത്ര വരക്ക് ഈ കമ്പോണൻസ് കൂടി ഇതിലങ്ങ് വരച്ച് കാണിച്ചാൽ ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ റിസൾട്ട് ഈ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോൾ സിമ്പിളായി സ്റ്റെപ്സ് എഴുതുക. ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു ഈ കോസ് തീറ്റയും രണ്ട് കമ്പോണൻസ് അല്ലേ, ഒരേ ഡയറക്ഷൻ, രണ്ടും കൂടി ആഡ് ചെയ്യുക. ഈ കോസ് തീറ്റ ആഡ് ചെയ്താൽ 2 കോസ് തീറ്റ. ഓക്കെ, അതിൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 1/4πε0 Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതല്ലേ ചാർജുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കണം, ചാർജുകളിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം √r² + a². സ്ക്വയർ √r² + a²നെ സ്ക്വയർ ചെയ്താൽ സ്ക്വയർ റൂട്ടിനെ വീണ്ടും സ്ക്വയർ ചെയ്താൽ ആ സ്ക്വയർ റൂട്ട് അങ്ങ് പോവില്ലേ ചെയ്യുക. റൂട്ടുള്ളതിനെ സ്ക്വയർ ചെയ്താൽ ആ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ എന്തായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക, r² + a² എന്ന് മാത്രം വരും. ഓക്കെ, ഇൻറ്റു ഇനി കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് തീറ്റ നോക്കണം, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് എ, ഹൈപ്പോട്ടന്യൂസ് √r² + a². അഡ്ജസൻറ്റ് സൈഡ് എ ആണ്, മറ്റത് സ്ക്വയർ √r² + a² എന്ന് വരും. ഈ സ്ക്വയർ √r² + a² എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ റൂട്ട് ഞാൻ ഒന്ന് മാറ്റിയിട്ട് എഴുതാൻ പോണ്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ 1/2 അല്ലേ. അപ്പോൾ r² + a² ഹോൾ റൈസ് ടു 1/2 എന്നായി. അങ്ങനെയെങ്കിൽ നോക്കണം, 1/4πε0 Q × 2a എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് അല്ലേ. ഡിനോമിനേറ്റർ നോക്ക്, r² + a² ഉണ്ട്, r² + a² ഹോൾ റൈസ് ടു 1/2 ഉണ്ട്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ പവർ 1/2. അപ്പോൾ r² + a² ഹോൾ റൈസ് ടു 3/2 എന്നായി. 1 + 1/2 3/2 കഴിഞ്ഞു. ഇനി r എന്നുള്ളത് a വളരെ വലുതാണെങ്കിൽ r² + a² എന്നതിനെ അപ്രോക്സിമേറ്റിന് എന്തെഴുതാം, r² എന്നെഴുതാം. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് ഡെറിവേഷൻ 4ാമത്തെ വരി തീർന്നോളാം. 1/4πε0 p/r³ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 4 വരി 5 വരിയിൽ നമുക്ക് ഈ ഡെറിവേഷൻ അവസാനിപ്പിക്കാം. സിമ്പിളായിട്ട് പഠിക്കുക, ഡയഗ്രാം തെറ്റാതെ വരക്കാൻ പഠിക്കാം. ഓക്കെ, അതോടൊപ്പം ഡയറക്ഷൻ ഓഫ് ഈ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതായിരുന്നു? ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷൻ. എന്നാൽ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻ്റ് ആയിരിക്കും. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൂടി ഓർത്ത് വെക്കുക. സോ 2 ഡെറിവേഷൻസ് സെറ്റായി കാണുമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ 2 ഡെറിവേഷൻസ് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിനി ഈ 2 ഇക്വേഷനുകളും തമ്മിലുള്ള റിലേഷൻ പഠിക്കാം. ഈ ആക്സിയൽ 1/4πε0 2p/r³, ഈ ഇക്വറ്റോറിയലോ 1/4πε0 p/r³. ഒന്നിൻ്റെ ഡബിൾ അല്ലേ മറ്റത്. ഏതിൻ്റെ ഡബിളാണ് ഏത് പറ? ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡബിളാണ് ആക്സിയൽ ലൈനിലെ ഫീൽഡ്. സോ റിലേഷൻ എങ്ങനെ പറയാം? ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2 × ഈ ഇക്വറ്റോറിയൽ എന്ന് പറയാം. ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡബിളാണ് ആക്സിയൽ ലൈനിൻ്റെ ഫീൽഡ്. മറക്കരുത്, ഈ റിലേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. ഈ റിലേഷൻ തന്നെ എഴുതാനും എക്സാമിന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, സോ ഡൈപോൾ എന്നുള്ള സെഷനിലെ അവസാന ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ആക്സിയൽ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡുകൾക്ക് ശേഷം യൂണിഫോം ഫീൽഡിൽ ഡൈപോളിൻ്റെ ബിഹേവിയർ വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിച്ചു വെക്കണം. ഡെറിവേഷൻ ഉണ്ട് ഈ ടോപ്പിക്കിൽ, പക്ഷേ സിമ്പിളായി ഡിറൈവ് ചെയ്യാവുന്ന ഒന്നാണത്. ആദ്യം നമുക്ക് യൂണിഫോം ഫീൽഡ് എന്താണെന്ന് നോക്കാം. എന്താ യൂണിഫോം ഫീൽഡ്? ഒരു റീജിയണിൽ എല്ലാ ഭാഗത്തും ഫീൽഡ് സെയിം ആണെങ്കിൽ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഈക്വൽ സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം ഫീൽഡ് എന്ന് പറയും. യൂണിഫോം ഫീൽഡ് എങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈനുകളാണ് വരയ്ക്കുക. ഞാൻ യൂണിഫോം ഫീൽഡിൽ ഒരു ഡൈപോൾ നിൽക്കുന്നത് ഡയഗ്രത്തിൽ വരച്ച് കാണിക്കുകയാണെങ്കിൽ നോക്കണം. ആദ്യം ഞാൻ യൂണിഫോം ഫീൽഡ് വരയ്ക്കുകയാണ്, നോക്കിക്കോളൂ. മേലോട്ടാണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ കാണിക്കുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 3 ലൈനുകൾ ഞാൻ പാരലൽ ഇക്വിഡിസ്റ്റൻ്റ് ആയി വരച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് എഴുതി. നോക്കണം, മേലോട്ട് ഫീൽഡ് ലൈൻസ് ഉണ്ടാവണമെങ്കിൽ താഴെ ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി ഉണ്ടാവണ്ടേ? ഓക്കെ, അല്ലെങ്കിൽ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് ബോഡി.
അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവാം, ഏതെങ്കിലും ഒന്ന് സങ്കല്പിക്കുക. താഴെ ഒരു പോസിറ്റീവ് ചാർജ് ബോഡി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതൊരു പോസിറ്റീവ്ലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഒക്കെ ആണെങ്കിൽ യൂണിഫോം ഫീൽഡ് ഉണ്ടാവും. എന്തോ ആവട്ടെ, പോസിറ്റീവ് ചാർജ് ബോഡി താഴെയുണ്ട്. ഞാൻ ആ താഴെയുള്ള പോസിറ്റീവ് ചാർജ് ബോഡിയെ മായ്ച്ച് കളയാനും ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, താഴെയുള്ള പോസിറ്റീവ്ലി ചാർജ് ബോഡി നമുക്കിവിടെ ആവശ്യമില്ല, അത് അവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ മതി. ദെൻ നമ്മളിനി ഇവിടെ ഡൈപ്പോൾ വരച്ച് കാണിക്കുകയാണ്. ഡൈപ്പോൾ ഞാനിങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ്. നമ്മുടെ പതിവ് മറക്കരുത്, ആദ്യം -q. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്പുറത്ത് +q എന്ന് എഴുതുന്നു. ഇത് -q, ഇത് +q. ഈ ചെരിഞ്ഞിരിക്കുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കണം, താഴെ ഏത് ചാർജർ ബോഡി ഉണ്ടെന്നാണ് പറഞ്ഞ്? പോസിറ്റീവ് ചാർജർ ബോഡി. അങ്ങനെയെങ്കിൽ ആ പോസിറ്റീവ് ചാർജർ ബോഡി ഈ നെഗറ്റീവ് ചാർജർ ബോഡിയെ താഴോട്ട് എന്ത് ചെയ്യും? താഴോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴോട്ടൊരു ഫോഴ്സ് ഉണ്ടാകും, F- എന്നെഴുതുക. ഈ പോസിറ്റീവ് ചാർജർ ബോഡി പോസിറ്റീവിനെ മേലോട്ടല്ലേ റിപ്പൽ ചെയ്യുക, അപ്പോൾ ഈ ഫോഴ്സിന് F+ എന്നെഴുതാം. അപ്പോൾ ഡൈപ്പോളിന്മേൽ രണ്ട് ഫോഴ്സുകൾ. ഇനിയാണ് ഞാൻ പോയിന്റ് ബൈ പോയിൻ്റായി ഓരോരോ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഡയഗ്രാം ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡൈപ്പോളിൽ രണ്ട് ഫോഴ്സുകളുണ്ട്. ഓക്കെ, ആ ഡൈപ്പോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനുള്ള ഫോർമുല F = QE. E = F/Q. So F = QE, force on the charge of dipole placed in an electric field intensity E. ഓക്കെ, അങ്ങനെ വരുമ്പോൾ F = QE. രണ്ട് ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റും. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആയാൽ ഡൈപ്പോളിന് എന്ത് മോഷൻ ഇല്ല. നെറ്റ് ഫോഴ്സ് 0 ആയിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഡൈപ്പോളിന്മേൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡൈപ്പോൾ ട്രാൻസ്ലേഷണൽ മോഷൻ ഒരിക്കലും കാണിക്കുകയില്ല. എന്താ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഇരിക്കുന്ന ഡൈപ്പോൾ ഇതാ ഈ രീതിയിൽ മുന്നോട്ടോ മേലോട്ടോ താഴോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും ചലിക്കുന്നില്ല. നെറ്റ് ഫോഴ്സ് 0, നോ ട്രാൻസ്ലേഷൻ. ഓക്കെ, പക്ഷേ ഈ ഡൈപ്പോളിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ ഈക്വലും ഓപ്പോസിറ്റുമാണ്, രണ്ട് ലൈനിലൊക്കെയാണ്. അത് കാരണം ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് ഇതൊരു കപ്പിളാണെന്ന്. ഇങ്ങനെ രണ്ട് ഫോഴ്സുകൾ രണ്ട് ലൈനുകളിൽ ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് ഒരു ബോഡിയിൽ വന്നാൽ അതിനെ കപ്പിൾ എന്ന് വിളിക്കും. ആ കപ്പിളിൻ്റെ ആക്ഷൻ കാരണം ഡൈപ്പോൾ കറങ്ങും. ഈ മാർക്കർ ഇങ്ങനെ പിടിച്ച് ഇവിടെ പിടിച്ച് താഴോട്ടും ഇവിടെ മേലോട്ടും വലിച്ച് അങ്ങനെ കറങ്ങില്ലേ, അതേപോലെ ഡൈപ്പോളിന് ട്രാൻസ്ലേഷൻ ഇല്ല. പക്ഷേ ഡൈപ്പോൾ ഏത് മോഷൻ കാണിക്കും? റൊട്ടേഷൻ. ശ്രദ്ധിക്കുക, യൂണിഫോം ഫീൽഡിൽ ഡൈപ്പോൾ കാണിക്കുന്ന മോഷൻ ഏതാ? നോ ട്രാൻസ്ലേഷൻ ബട്ട് റൊട്ടേഷൻ. അങ്ങനെയെങ്കിൽ ഡൈപ്പോളിൽ ഉണ്ടാകുന്ന ആ ടേണിംഗ് ഇഫക്റ്റ് നമ്മൾ ടോർക്ക് എന്ന് പറയില്ലേ, ആ ടോർക്ക് കാണാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. സിമ്പിളായി ഡെറിവേഷൻ നോക്കിക്കോളൂ. ടോർക്ക് കാണാനുള്ള ഫോർമുല, ടോർക്ക് എങ്ങനെ കാണും? R×F ഫസ്റ്റ് ഇയറിൽ റൊട്ടേഷണൽ മോഷനിൽ പഠിച്ചു. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? ടോ ഈസ് ഈക്വൽ ടു R×F sin θ, RF sin θ. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന ലൈനുകൾ കിടക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകൾ കിടക്കുള്ള ദൂരം 2a എന്ന് എഴുതാം. അതേപോലെ ഫോഴ്സിനെ QE എന്ന് എഴുതുക, സൈൻ തീറ്റ അങ്ങനെ എഴുതി. Q × 2a എന്ന് പറഞ്ഞാൽ P, സോ PE സൈൻ തീറ്റ. ഇതാണ് ടോർക്കിൻ്റെ ഫോർമുല. നിർബന്ധമായും പഠിക്കുക. പ്രോബ്ലം ചോദിച്ചേക്കാം, ഡെറിവേഷനും ചോദിച്ചേക്കാം. ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഫീൽഡ്, PE സൈൻ തീറ്റ. ഓക്കെ, ഇതിൻ്റെ വെക്റ്റർ ഫോം എഴുതാൻ ചോദിച്ചാലോ? വെക്റ്റർ ഫോം എഴുതാൻ പറഞ്ഞാൽ ടോ വെക്റ്റർ ഇസ് ഈക്വൽ ടു, മക്കൾ എഴുതണം, P×E. ഇതാണ് വെക്റ്റർ ഫോം. A×B is not equal to B×A എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ P×E എന്നതിനെ E×B എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് മറക്കരുത്, P×E എന്ന് എഴുതണം. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ ഈ ഇരിക്കുന്ന ആംഗിൾ 0 ഡിഗ്രി, ഇങ്ങനെ ഇരിക്കുന്ന ഡൈപ്പോൾ ഇങ്ങനെ ഇരിക്കുക. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ ടോർക്ക് 0 ആയിരിക്കും, സൈൻ 0 0. തീറ്റ 180 ആണെങ്കിലും ടോർക്ക് എന്തായിരിക്കും? 0. സൈൻ 180 ഈസ് ആൾസോ 0. എന്നാൽ തീറ്റ 90 ആകുമ്പോൾ ടോർക്ക് എന്തായിരിക്കും? പറ, ടോ ഇസ് ഈക്വൽ ടു P×E ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ ആ പൊസിഷനെ വിളിക്കുന്ന പേര് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം എന്ന് വിളിക്കാനുള്ള കാരണം ടോർക്ക് 0. ഓക്കെ, പിന്നെ സ്റ്റേബിൾ എന്ന് വിളിക്കാനുള്ള കാരണം നെക്സ്റ്റ് ചാപ്റ്ററിലുണ്ട്. തീറ്റ 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും, അതുകൊണ്ടാണ് സ്റ്റേബിൾ. അപ്പോൾ തീറ്റ 180 ആകുന്ന ആ പൊസിഷൻ എന്ത് വിളിക്കണം? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. തീറ്റ 90 ആകുമ്പോൾ ടോർക്ക് PE. ദിസ് ഇസ് ദി മാക്സിമം ടോർക്ക്. മാക്സിമം ടോർക്ക് കാണാൻ പറഞ്ഞാൽ ഫോർമുല PE എന്ന് എഴുതണം. ലാസ്റ്റ് പോയിന്റ്, ഇതെല്ലാം യൂണിഫോം ഫീൽഡിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഡൈപ്പോൾ നോൺ യൂണിഫോം ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിലോ? എക്സാമിൻ്റെ ഇടക്കിടക്കുള്ള ചോദ്യം. ഇൻ നോൺ യൂണിഫോം ഫീൽഡിലാണ് ഡൈപ്പോൾ ഇരിക്കുന്നതെങ്കിൽ ഡൈപ്പോൾ കാണിക്കുന്ന മോഷൻ എന്തായിരിക്കും? ഇൻ നോൺ യൂണിഫോം ഫീൽഡ്, ശ്രദ്ധിക്കുക, യൂണിഫോം ഫീൽഡ് ആകുമ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് 0 എന്ന ടോർക്ക് ഉണ്ട്. എന്നാൽ നോൺ യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ ദർ വിൽ ബി എ നെറ്റ് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ശ്രദ്ധിക്കണം,
ഫോഴ്സും ഉണ്ടാകും, അതോടൊപ്പം ടോർക്കും ഉണ്ടാവും. ഡൈപോൾ ഏതൊക്കെ മോഷൻ കാണിക്കും? ഡൈപോൾ വിൽ ഹാവ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. എല്ലാം എഴുതിയിട്ടിരിക്കുന്ന പോയിന്റുകളെല്ലാം എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, മറക്കരുത്. ഡെറിവേഷൻ ഉൾപ്പെടെ നെറ്റ് ഫോഴ്സ് എത്ര, ഏത് മോഷൻ കാണിക്കുന്നു, അതേപോലെ ടോർക്കിൻ്റെ വെക്റ്റർ ഫോം, പ്രോബ്ലം ചോദിക്കുമ്പോൾ മറക്കരുത്. ടോർക്ക് കാണാനുള്ള പ്രോബ്ലം ചോദിച്ചാൽ ടോർക്കിൻ്റെ യൂണിറ്റ് ഫസ്റ്റ് ഇയർ പഠിച്ചത് ഓർമ്മയുണ്ടോ? ടോർക്കിൻ്റെ യൂണിറ്റ് മറക്കരുത്. യൂണിറ്റ് ഓഫ് ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ, മറക്കരുത്. ഓക്കെ. അതേപോലെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, മാക്സിമം ടോർക്ക്, നോൺ യൂണിഫോം ഫീൽഡിൽ ഡൈപോൾ ഇരിക്കുമ്പോൾ ആ ഡൈപോളിൻ്റെ ബിഹേവിയർ, ഓക്കെ, ഏത് മോഷനാണ് കാണിക്കുന്നത് എന്നുള്ളടക്കം. സോ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി നോക്കി പോവുക. ദെൻ നമ്മൾ ഡൈപോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ നമ്മളിനി ഈ ചാപ്റ്ററിലെ വളരെ ചെറിയൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഇലക്ട്രിക് ഫ്ലക്സ്, ഗോസസിലോ ഈ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി കണ്ടിന്യൂസ് ചാർജ് എന്നുള്ളൊരു ആശയം പഠിക്കാം. അതായത് ഒരു ബോഡിയുടെ എല്ലാ ഭാഗവും ഈക്വലായി യൂണിഫോമായി ചാർജ് ഉണ്ടെങ്കിൽ, ചാർജ് ഇല്ലാത്തൊരു പോയിന്റ് പോലും പാടില്ല, എന്നാൽ എല്ലാ ഭാഗവും യൂണിഫോം ആയിരിക്കണം ചാർജ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്തരം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന്. ഓക്കെ, ഈക്വൽ ആൻഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 തരത്തിലുണ്ട്. നോക്കണം, ഇതൊരു വയർ. ഈ വയറിൻ്റെ എല്ലാ ഭാഗവും ഈക്വലി ആൻഡ് യൂണിഫോംലി ചാർജഡ് ആണെങ്കിൽ നമ്മൾ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറയും ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഇതൊരു സർഫസ്, ഇതൊരു ഷീറ്റാണ്, തിൻ ഷീറ്റ്. ഈ ഷീറ്റിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ചാർജഡ് ആകുമ്പോൾ നമ്മൾ അതിനെ പറയും സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഇതൊരു ബോഡി, ഓക്കെ, ഇതിന് ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും അല്ലെങ്കിൽ ഹൈറ്റും ഉണ്ട്, 3 ഡയമെൻഷണൽ ബോഡി. ഇതിൻ്റെ ഉൾഭാഗവും സർഫസും എല്ലാം ഒരുപോലെ ചാർജഡ് ആകുമ്പോൾ നമ്മൾ അതിനെ പറയും വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, വോള്യം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലാംഡ, സിഗ്മ, റോ ഇങ്ങനെ 3 ടേമുകൾ പഠിക്കണം. ലാംഡ എന്ന് പറഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താ ലീനിയർ ചാർജ് ഡെൻസിറ്റി? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താ സിഗ്മ? സർഫസ് ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. Q/A എന്ന് എഴുതാം, അല്ലെങ്കിൽ ഏരിയയെ S എന്നും എഴുതാം. എന്താണ് റോ എന്ന് പറഞ്ഞാൽ? ചാർജ് പെർ യൂണിറ്റ് വോള്യം. മറക്കരുത്, ലാംഡ is equal to Q/L, sigma is equal to Q/A or Q/S, rho is equal to Q/V. Lambda linear charge density, sigma surface charge density, rho volume charge density. Okay, then go to the next topic, electric flux. മറക്കരുത്, ഫ്ലക്സും ഗോസസ് ലോയും കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ദി ലാസ്റ്റ് ടോപ്പിക്, ഗോസസ് ലോ. മറക്കരുത്, വരാനിരിക്കുന്നു. പക്ഷേ ഗോസസ് ലോ പഠിക്കണമെങ്കിൽ ആദ്യം തീരെ ഫ്ലക്സ് എന്താണെന്നുള്ളത് മക്കൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഡെഫിനിഷൻ പഠിക്കുക, ഫോർമുല പഠിക്കുക, യൂണിറ്റ് പഠിക്കുക. ദാറ്റ്സ് ഓൾ. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചില്ലേ? നോക്കണം, ഇത് ഒരു ഇതൊരു പോസിറ്റീവ് ചാർജ്ഡ് ബോഡി, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്ഡ് ബോഡി കാണിക്കാം. ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്ഡ് ബോഡികൾക്ക് ചുറ്റും അതിൻ്റെ ഫീൽഡ് ലൈൻസ് നമ്മൾ നേരത്തെ ഈ രൂപത്തിൽ ഇങ്ങനെ വരച്ചില്ലേ? നോക്കതാ, ഈ രൂപത്തിൽ ഇങ്ങനെ വരക്കണ്ട ഈ ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഞാനിവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യാണ്. നോക്കണം, ഇതാ ഇവിടെ ഞാൻ ഈ രൂപത്തിൽ ഒരു സർഫസ്, ഒരു ഏരിയ അതല്ലെങ്കിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്തു. ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ, പാസിംഗ് നോർമലി ത്രൂ ദി സർഫസ്. ഒരു സർഫസ് ക്രോസ് ചെയ്തു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണം, അതല്ലെങ്കിൽ ഒന്നൊരു സ്പെസിഫിക് ആയി പറഞ്ഞാൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ. ഡെഫിനിഷൻ പറ, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ആൻ ഏരിയ ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഡെഫിനിഷൻ പഠിക്കാം. ഓക്കെ, ദെൻ ആ ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ശ്രദ്ധിക്കണേ. ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെ കാണാം? യൂണിഫോം ഫീൽഡ് അല്ലെങ്കിൽ ഈ ഏരിയ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫ്ലക്സ് കാണാൻ E.S എന്ന ഫോർമുല ഉപയോഗിക്കും. E.S എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി, എസ് എന്ന് പറഞ്ഞാലോ ഏരിയ. നേരത്തെ പറഞ്ഞില്ലേ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ശ്രദ്ധിക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ ES കോസ് തീറ്റ എന്നാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് S. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ്, ഡയറക്ഷൻ അറിയാം. എസ് എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയ ഒരു വെക്ടറായി കൺസിഡർ ചെയ്യുന്നു നമ്മളിവിടെ. ആ ഏരിയ ഒരു വെക്ടറായി കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ഏരിയൻ്റെ ഡയറക്ഷൻ? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് പെർപെൻഡിക്കുലറാണ്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് നോർമലാണ്, പെർപെൻഡിക്കുലറാണ്, മറക്കരുത്. അങ്ങനെ വരുമ്പോൾ ഫ്ലക്സ് എ കോൺസ്റ്റൻറ്റ് ഫീൽഡ് ആണെങ്കിലാണ് ഇങ്ങനെ. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിലോ? അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ ഇൻ്റഗ്രൽ E.ds.
നമുക്കിനി എല്ലായിടത്തും ഈ ഫോർമുലയാണ് ആവശ്യം. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ഏരിയ. ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഫ്ലക്സിൻ്റെ ഡെഫിനിഷനായി ഫോർമുലയായി നമ്മൾ ഇനി കൂടുതലും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോർമുലയാണ്. കോൺസ്റ്റൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഏരിയ മൊത്തമെങ്കിൽ ഈ ഡോട്ട് എസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരി, അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് കൂടി പഠിക്കാം. എന്താ ഫ്ലക്സിൻ്റെ യൂണിറ്റ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം, ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റൈസ് ടു -1. മറ്റൊരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിന് വോൾട്ട് പെർ മീറ്റർ എന്ന യൂണിറ്റ് കൂടി പറഞ്ഞു. ഏരിയ മീറ്റർ സ്ക്വയർ, മീറ്റർ കട്ട് ചെയ്താൽ വോൾട്ട് മീറ്റർ. ഫ്ലക്സിൻ്റെ 2 യൂണിറ്റ്. ഓക്കെ, ഫ്ലക്സിൻ്റെ യൂണിറ്റ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ്, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ഉൾപ്പെടെ. ഓക്കെ, ദെൻ ഫ്ലക്സ് ഒരു സ്കേലാറാ വെക്ടറാ? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഫ്ലക്സിൻ്റെ ഫോർമുല നിങ്ങൾ കണ്ടു. ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആൻസർ സ്കേലാർ ആണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മറക്കരുത്, നമ്മളിനി ഗോസസ് ലോയിലേക്കാണ് വരാൻ പോകുന്നത്. ഗോസസ് ലോയിൽ നമ്മൾ ഫ്ലക്സ് കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഈ കാണിച്ച ഈ സർഫസ്, ഇത് ഒരു ക്ലോസ്ഡ് സർഫസ് അല്ല. ഞാനിവിടെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതുക, അതല്ലെങ്കിൽ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുന്നു എന്ന് കരുതുക. ഒരു സ്ഫിയർ അല്ലെങ്കിൽ ക്യൂബ് അതല്ലെങ്കിൽ ഒരു സിലിണ്ടർ, ഇതൊക്കെ ഒരു ക്ലോസ്ഡ് സർഫസ് എന്നാണ് നമ്മൾ പറയുക. ക്ലോസ്ഡ് സർഫസുകളുടെ ഏരിയ വെക്ടർ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് നോർമലാന്ന് പറഞ്ഞല്ലോ. എന്നാൽ ക്ലോസ്ഡ് സർഫസുകളാകുമ്പോൾ ഏരിയൻ്റെ ഡയറക്ഷൻ നോർമലി ഔട്ട്വേർഡാണ്. ഒരു സർഫസ് ക്ലോസ്ഡ് ആകുമ്പോൾ, സ്ഫിയർ പോലെ സിലിണ്ടർ പോലെ ക്യൂബ് പോലെ ക്ലോസ്ഡ് ആകുമ്പോൾ അതിന് ഉള്ളും പുറവുണ്ട്, അകവും പുറവുണ്ട്. അപ്പോൾ അതുണ്ട്. ഇപ്പോൾ ഈ ക്യൂബിൻ്റെ ഈ ഒരു ഫേസ് എടുക്കുക, അതിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ, ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് നോർമലായാൽ പോരാ, നോർമലി ഔട്ട്വേർഡ്, പുറത്തേക്കായിരിക്കണം. ഓക്കെ, എന്നാൽ ക്ലോസ്ഡ് അല്ലാത്ത സർഫസ്, ഓപ്പൺ സർഫസ് ആണെങ്കിൽ പിന്നെ അപ്പുറം ഇപ്പുറമേ ഉള്ളൂ, ഉള്ളും പുറമില്ല. ക്ലോസ്ഡ് ആകുമ്പോൾ ഇൻസൈഡ് ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആകുമ്പോൾ ഏരിയൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് നോർമൽ ആയിരിക്കണം, പുറത്തേക്കായിരിക്കണം എന്നുകൂടി ഓർത്തുകൊണ്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. ഏതാ ടോപ്പിക്ക്? 4 ഡെറിവേഷൻസ് പഠിക്കാനുള്ള, നിർബന്ധമായും പഠിച്ചു പോയിരിക്കേണ്ട ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇനി അത്ര പ്രധാനപ്പെട്ടതെന്ന് പറയാനില്ല, അവസാനത്തെ ടോപ്പിക്ക്. ഏതാ ടോപ്പിക്കട? ഗോസസ് ലോ. ഓക്കെ, ഗോസസ് ലോയിൽ ആദ്യം പഠിക്കേണ്ടത് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് മാത്തമാറ്റിക്കൽ ഫോം ഇതാദ്യം സെറ്റാക്കുക. പിന്നെ പ്രൂഫ്, 3 അപ്ലിക്കേഷൻസ്. ആ 3 അപ്ലിക്കേഷൻസും 3 ഡെറിവേഷൻസാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ആ 3 ഡെറിവേഷൻസും കുറഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട്, ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ആ പ്രൂഫും അപ്ലിക്കേഷൻസ് എല്ലാം സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഒന്ന് നോക്കണം. ആദ്യം എന്താണ് ഗോസസ് ലോ? ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം. ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇക്വേഷൻ എഴുതി കാണിക്കാം. ഫ്ലക്സിന് നമ്മൾ ഫൈ എന്ന് എഴുതി, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന അർത്ഥത്തിൽ ഫൈ ഇ എന്ന് എഴുതാം. എന്തായാലും തൽക്കാലം ഫൈ ആവട്ടെ. ഫൈ ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്. ഇതാണ് ഗോസസ് ലോ. ഞാൻ ഓരോന്നോരോന്നായി പറയാം. എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫ്ലക്സ്. ഏത് തരത്തിലുള്ള സർഫസ്? ക്ലോസ്ഡ് സർഫസ്. ശ്രദ്ധിക്കണേ, ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് കാണാനുള്ള, ക്ലോസ്ഡ് സർഫസിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ്, അത് കാണാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് സത്യത്തിൽ ഗോസസ് ലോ. അപ്പോൾ എന്താ ഫൈ? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ആ ക്ലോസ്ഡ് സർഫസിന് അകത്തുള്ള ടോട്ടൽ ചാർജ്, അതാണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഒന്ന് പറ, ഫൈ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് 1 ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഇത് ചാർജ് എൻക്ലോസ്ഡ്. ഇനി പിന്നെ ഈക്വൽ ടു എന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. അതേപോലെ 1/ε0 എഴുതാം, സ്റ്റേറ്റ്മെൻ്റ് ആയി. ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദി ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോം പഠിക്കുക. ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഫോമിൽ എങ്ങനെ എഴുതാം? ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരക്കും. എന്താ വായിക്കുക? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എൻക്ലോസ്ഡ്. സ്റ്റേറ്റ്മെൻറ്റായി, ഇക്വേഷനായി. ഓക്കെ, മറക്കരുത്. ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായും എന്തു സർഫസ് വേണം? ക്ലോസ്ഡ് സർഫസ്. ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേര് ഗോസിയൻ സർഫസ്. എന്താ? ഗോസിയൻ സർഫസ്. സോ സ്റ്റേറ്റ്മെൻറ്റ് മാത്തമാറ്റിക്കൽ ഫോം, ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന പേര്. ആ ക്ലോസ്ഡ് സർഫസിൻ്റെ സൈസോ ഷേപ്പോ ഒരു വിഷയേ അല്ല, ക്ലോസ്ഡ് ആയാൽ മതി. ഓക്കെ, ഇതൊരു ചാർജ് ആണെന്ന് കരുതിക്കോളൂ, ഒരു +q ചാർജ്. ഈ ചാർജ് ഇരിക്കുന്ന ഒരു സ്ഫിയറിൻ്റെ ഉള്ളിലാണ്. ആ സ്ഫിയർ ഒരു ക്ലോസ്ഡ് സർഫസാണ്.
അപ്പോൾ ആ സ്ഫിയറിലൂടെ ഈ ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഉണ്ടാവും. ആ സ്ഫിയറിലൂടെ ഉണ്ടാകുന്ന ഫ്ലക്സ് 1/ε0 ഇൻറ്റു അതിനകത്തുള്ള ചാർജ് Q ആണ്. ഈ സ്ഫിയറിന് വലുപ്പം കൂടി എന്നാൽ പുറത്തേക്ക് വരുന്ന ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. വലുപ്പം കുറഞ്ഞു, ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഇരിക്കുന്ന ചാർജ് പൊസിഷൻ മാറി, ഉള്ളിൽ തന്നെയാണ് പൊസിഷൻ മാറി, ഫ്ലക്സിൽ ചേഞ്ച് ഇല്ല. സ്ഫിയർ മാറ്റിയിട്ട് ഞാൻ ഷേപ്പ് മാറ്റി ക്യൂബാക്കി, പുറത്തേക്ക് വരുന്ന ഫ്ലക്സ് ചേഞ്ച് ഇല്ല. അതേ ചാർജ്, ആ ഉള്ളിലുള്ള ചാർജ് മാറ്റിയെങ്കിലേ ഫ്ലക്സിൽ ചേഞ്ച് വരൂ. ഓക്കെ, ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും മാത്തമാറ്റിക്കൽ ഫോമും അതേപോലെ ഗോസിയൻ സർഫസിനെ കുറിച്ചും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഡെറിവേഷൻ ഗോസസ് ലോയുടെ പ്രൂഫാണ്. വളരെ സിമ്പിളായി പ്രൂഫ് പഠിക്കുക. ഒന്ന് നോക്കണം. ആദ്യം ഒരു ക്ലോസ്ഡ് സർഫസ് വരയ്ക്കുക. സ്ഫിയർ വരച്ചോളൂ, വരയ്ക്കുക എളുപ്പം. സെൻറ്ററിലൊരു ചാർജ് +Q, റേഡിയസ് R. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഫീൽഡ് പുറത്തേക്കല്ലേ? ഓക്കെ, ഏരിയ വെക്ടറും പുറത്തേക്ക് തന്നെയല്ലേ? ദാ ഇവിടെ ഒരു സ്മോൾ ഏരിയ എടുക്കുക. സ്മോൾ ഏരിയൻ്റെ ഡയറക്ഷൻ നോർമലി ഔട്ട്വേർഡ്. ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, പുറത്തേക്കായിരിക്കണം. ഓക്കെ, ഡയഗ്രാം തീർന്നു. ആകെ എത്രയും മാർക്ക് ചെയ്യാനുള്ളൂ. ഇയും DS-ഉം പുറത്തേക്കും. ഇനി എന്താണ് ഗോസസ് ലോ? Phi is equal to 1/ε0 ഇൻറ്റു Q എന്നല്ലേ? എന്താണ് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല പറ? ഇൻ്റഗ്രൽ E.ds. ഓക്കെ, E.ds എന്ന് പറഞ്ഞാൽ EDS cos തീറ്റ എന്നല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് DS. ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് DS 0. കോസ് 0 1 അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ EDS. ഓക്കെ, ഇൻ്റഗ്രേറ്റ് കോസ് 0 1 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തേക്ക് വരും. ആരവിടെ കോൺസ്റ്റൻറ്റ്? ഈ ചാർജ് ഇരിക്കുന്ന സെൻറ്ററിലാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. E ഇൻറ്റു ഇൻ്റഗ്രൽ DS. DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ, ഇൻ്റഗ്രൽ DS എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ നമ്മൾ E ഇൻറ്റു ടോട്ടൽ ഏരിയ S എന്ന് എഴുതും. മറക്കരുത്, DS എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ, ഇൻ്റഗ്രൽ DS ടോട്ടൽ ഏരിയ S എന്ന് എഴുതി. ഓക്കെ, ഈ ഒരു 4 അല്ലെങ്കിൽ 5 വരി മക്കൾ നിർബന്ധമായി ഒന്ന് പറഞ്ഞു നോക്കി. ഇൻ്റഗ്രൽ E.ds, ഇൻ്റഗ്രൽ EDS cos 0, ഇൻ്റഗ്രൽ EDS, E ഇൻറ്റു ഇൻ്റഗ്രൽ DS, E ഇൻറ്റു S. ഇതേ സ്റ്റെപ്സ് നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷനിൽ എഴുതാനുണ്ട്, രണ്ടാമത്തതിലുണ്ട്, മൂന്നാമത്തതിലുണ്ട്. നിർബന്ധമായി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി E എന്നതിനും S എന്നതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പറയും? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല 1/4πε0 Q/r². ദെൻ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr². 4π കട്ട് ചെയ്തു, r² കട്ട് ചെയ്തു. അപ്പോൾ എന്തായി? 1/ε0 ഇൻറ്റു Q. ഗോസസ് ലോൻ്റെ പ്രൂഫ് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു 5 വരി മറക്കരുത്. ഇത് നമുക്ക് ബാക്കിയുള്ള ഓരോ ആപ്ലിക്കേഷനിലും നമുക്ക് ഇതേ സ്റ്റെപ്സ് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഗോസസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി, മാത്തമാറ്റിക്കൽ ഫോമായി, ഗോസിയൻ സർഫസിനെ കുറിച്ചുള്ള കാര്യങ്ങളായി, ഗോസസ് ലോയുടെ പ്രൂഫും പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഗോസസ് ലോയുടെ ഓരോരോ ആപ്ലിക്കേഷൻസ് ആയിട്ട് നോക്കാം. ഒന്നാമതായി ഗോസസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്നത് ഒരു ലോങ് ചാർജ്ഡ് വയറിൻ്റെ ഫീൽഡാണ്. ലോങ് ചാർജ്ഡ് വയർ. അത് കഴിഞ്ഞാൽ നോക്കുന്നത് ഒരു പ്ലെയിൻ ഷീറ്റ്, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഫീൽഡാണ്. പിന്നെ അതിനുശേഷം ഒരു ഹോളോ സ്ഫിയറിൻ്റെ ഫീൽഡാണ്. 3 കണ്ടിന്യൂസ് ചാർജുള്ള ബോഡികളുടെ ഫീൽഡാണ്. കണ്ടിന്യൂസ് ചാർജ് ലാംഡ സിഗ്മ റോ മറന്നിട്ടില്ലല്ലോ. ആദ്യം ലോങ് ചാർജ്ഡ് വയറിൻ്റെ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഡയഗ്രാം വരക്കണം. സിമ്പിളായി വരക്കാം. മക്കൾ നോക്കണം എങ്ങനെയാണ് ലോങ് ചാർജ്ഡ് വയർ വരക്കുന്നത്. ആദ്യം ലോങ് ചാർജ്ഡ് വയർ വരച്ചു. എല്ലാ ഭാഗവും ചാർജ് കാണിച്ചു. പോസിറ്റീവോ നെഗറ്റീവോ കാണിക്കാം. ഞാൻ പോസിറ്റീവ് ചാർജ് കാണിച്ചു. ഓക്കെ, ഈ വയറിന് ചുറ്റുമുള്ള ഫീൽഡ് കാണണം. അപ്പോൾ നമ്മൾ ഈ വയറിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡാണ് കാണേണ്ടത്. ഇത് ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഗോസിയൻ സർഫസ് വേണ്ടേ? ഡെറിവേഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസിൻ്റെ ഷേപ്പ് സിലിണ്ടറാണ്. അപ്പോൾ ഇതാ ഇങ്ങനൊരു സിലിണ്ടർ വരയ്ക്കുക. സിലിണ്ടറിൻ്റെ സെൻറ്ററിലൂടെ വേണം ഈ വയർ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഗോസസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഡയഗ്രാം. ചുമ്മാ ഒരു സിലിണ്ടർ, അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ചാർജ്ഡ് വയർ, പോസിറ്റീവ് ചാർജ്. സിലിണ്ടറിൻ്റെ റേഡിയസ് R, സിലിണ്ടറിൻ്റെ ലെങ്ത് L. ഓക്കെ, നോക്കണം. സിലിണ്ടറിന് 3 ഫേസുകൾ. ഒന്ന് മുകളിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, ഇത് മറ്റൊരു എൻഡ് സർഫസ്, മൂന്നാമതൊരു കർവ്ഡ് സർഫസ്. ഈ എൻഡ് സർഫസുകളിലൂടെ ഫ്ലക്സ് ഇല്ല. എന്തുകൊണ്ട് എൻഡ് സർഫസിലൂടെ ഫ്ലക്സ് ഇല്ല? ഇവിടെ ഏരിയ വെക്റ്റർ മേലോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആയതുകൊണ്ട് പുറത്തേക്കും. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ പുറത്തേക്ക്, ഏരിയ വെക്റ്റർ ഏരിയക്ക് പെർപെൻഡിക്കുലറായി പുറത്തേക്കല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീറ്റ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി. ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ EDS cos തീറ്റ എന്നല്ലേ? തീറ്റ 90 വരുമ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? 0. അപ്പോൾ മറക്കരുത്, എൻഡ് ഫേസുകളിലൂടെ എന്തില്ല? ഫ്ലക്സ് ഇല്ല.
അപ്പോൾ ഈ ഫേസിലൂടെ ഫ്ലക്സ് ഇല്ല, ഇതിലൂടെയും ഫ്ലക്സ് ഇല്ല. പിന്നെ ആ കർവ്ഡ് സർഫസിലൂടെ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ. കർവ്ഡ് സർഫസ് എടുത്ത് നോക്കൂ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നോക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും. കാരണം പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളിൽ. ഏരിയ വെക്ടറും എങ്ങോട്ട് തന്നെ ആയിരിക്കും? പുറത്തേക്കായിരിക്കും. ഇയും ഡി എസും പുറത്തേക്ക്. ഏരിയൻ്റെ ഡയറക്ഷൻ ഏരിയക്ക് നോർമലാണ്, പുറത്തേക്കാണ്. ഇവിടെ ഫ്ലക്സ് ഇല്ല, ഇവിടെയും ഫ്ലക്സ് ഇല്ല. ഓക്കെ, എന്നാൽ തുടങ്ങാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഗോസസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതി. എന്താ പറയുക? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ക്യൂ എൻക്ലോസ്ഡ് ആണ്, ഞാൻ തൽക്കാലം ക്യൂ എന്ന് എഴുതി. ശരി, അടുത്ത വരി പറ. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0, ആംഗിൾ 0 അല്ലേ? അതെ, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതി. നെക്സ്റ്റ് ഇ ഡി എസ് കോസ് 0 1 ആണ്, റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ. ഈ പുറത്തേക്ക് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഇങ്ങനെ എഴുതി. ഇ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ശ്രദ്ധിക്കണേ. ഇനി ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത് എസ് ആണ്. ഇ ആണ് കാണേണ്ടത് ഇലക്ട്രിക്. എസ് പറഞ്ഞാൽ സർഫസ് ഏരിയ. നോക്കട്ടെ, ഞാൻ കളർ മാറ്റി കാണിക്കാം. ഇത് സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അല്ലേ? ഈ മൂന്നാമത്തെ ഏരിയ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 2πRL. ഓക്കെ, ഇസ് ഈക്വൽ ടു ബാക്കി പറ. ബാക്കി 1/ε0 ഇൻറ്റു ക്യൂ എന്നുള്ളതിനെ q/ε0 എന്ന് എഴുതട്ടെ. ഓക്കെ, ഇനി ഇ ഇസ് ഈക്വൽ ടു പറ, ഇത് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ q/ε0 ഇൻറ്റു 2πRL. നോക്കട്ടോ, ഇവിടെ ഞാൻ ഈ q/L ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആരാ q/L? ലാംഡ. q/L ലാംഡ. അതോടെ ഡെറിവേഷൻ കഴിഞ്ഞു. നോക്കടാ, ഈ 4 വരി അല്ലെങ്കിൽ ഈ 5 വരി ഇത് നമ്മൾ നേരത്തെ പഠിച്ചതും നമുക്ക് എളുപ്പം എഴുതാവുന്നതും അല്ലേ? ലെഫ്റ്റ് സൈഡ് നേരത്തെ പറഞ്ഞതല്ലേ, റൈറ്റ് സൈഡ് തന്നെ എഴുതി വരിക. 5ാമത്തെ വരിയിലെ ഈ ഫോർമുല 2πRL അത് മാത്രം ഓർത്താൽ പോരെ. പിന്നെ ഈ അവിടെ നിർത്തി 2πRL ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ q/Lന് ലാംഡ എന്ന് കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല പറയും 1/2πε0. 1/2πε0 q/Lന് പകരം ലാംഡ. ലാംഡ/r. തീർന്നു. 1/2πε0 ലാംഡ/r. ഇനി 4πε0 ആക്കണോ പ്രോബ്ലം ചെയ്യാൻ? എന്നാൽ ഈ 2 എന്നുള്ളത് 4 ആക്കിയാൽ ഇവിടെ ഒരു 2 കൊടുക്കണം. അപ്പോൾ 1/4πε0 2 ലാംഡ/r എന്നായി. സോ ഗോസസ് ലോൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തീർന്നു. ഈ 5 വരി സിമ്പിളായിട്ട് പഠിക്കുക. ഈ 6ാമത്തെ വരിയിലെ 2πRL മാത്രം ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 2ാമത്തെ ആപ്ലിക്കേഷൻ നോക്കിയാലോ. 2ാമത്തെ ആപ്ലിക്കേഷൻ ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഫീൽഡാണ്. ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു പ്ലെയിൻ ഷീറ്റ്. ആ പ്ലെയിൻ ഷീറ്റിൻ്റെ ഫീൽഡ് ഞാൻ ആ പ്ലെയിൻ ഷീറ്റിനെ ഒന്ന് വരച്ച് കാണിക്കുകയാണ്. ഇതാണ് ആ പ്ലെയിൻ ഷീറ്റ് എന്ന് കരുതുക. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റാണ്. ശ്രദ്ധിക്കുക, ഈ ഷീറ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇതാ, എനിക്ക് ഇവിടുത്തെ ഫീൽഡ് കാണണം. അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു, 6 ആണ്. ഗോസസ് ലോ അപ്ലൈ ചെയ്യണം. ഗോസിയൻ സർഫസ് ഇവിടെ സിലിണ്ടർ തന്നെ. ഓക്കെ, ഞാൻ എടുക്കുന്നത് സിലിണ്ടർ. ശ്രദ്ധിക്കണേ, ആ സിലിണ്ടർ ഞാൻ ഇതാ വരക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക. നോക്കണം, ആ സിലിണ്ടറിൻ്റെ എൻഡ് ഫേസ് ഇതാണ്. ഓക്കെ, ആ സിലിണ്ടർ ഈ ഷീറ്റിനകത്തുകൂടി കടന്ന് പോയതുപോലെ ബാക്കി ഭാഗം ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരച്ചു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഡയഗ്രം തീർന്നു. ശ്രദ്ധിക്കുക, ഇനി ഇത് ഈ സിലിണ്ടറിൻ്റെ 3 ഫേസുകൾ നോക്കിയാൽ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, ഏരിയ വെക്ടറും അങ്ങോട്ട്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പുറത്ത് കാണും. ഈ ഏരിയ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഏരിയ വെക്ടറും ഇങ്ങോട്ട്. എന്നാൽ ഇതിൻ്റെ ഈ കർവ്ഡ് സർഫസ് നോക്കിയാൽ കർവ്ഡ് സർഫസിലൂടെ ഫ്ലക്സ് ഇല്ല. എന്തുകൊണ്ട് കർവ്ഡ് സർഫസിലൂടെ ഫ്ലക്സ് ഇല്ല? കർവ്ഡ് സർഫസ് നോക്കിയാൽ ഏരിയ വെക്ടർ മേലോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും. അപ്പോൾ θ90 ആണ്. θ90 വന്നാൽ ഫ്ലക്സ് ഇല്ല. അപ്പോൾ 2 എൻഡ് ഫേസുകളിലൂടെ മാത്രമേ എന്തുള്ളൂ? ഫ്ലക്സ് ഉള്ളൂ. എന്നാൽ പോരട്ടെ, നമ്മുടെ ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ പറയും. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. വേഗം വേഗം പോരട്ടെ. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0 ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇൻ്റഗ്രൽ ഇ ഡി എസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. ഓക്കെ, ഇ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു q/ε0. ശ്രദ്ധിക്കണേ, ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഇ കഴിഞ്ഞിട്ട് നമ്മൾ എസ് എഴുതുമ്പോൾ നേരത്തെ എസ് 2πRL എന്നല്ല എഴുതിയത്. ഇവിടെ 2πRL. ഇവിടെ 2 ഫേസുകളിലൂടെ ഫ്ലക്സ് ഉണ്ട്. ഈ ഫേസിലൂടെയും ഈ ഫേസിലൂടെയും ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ആ 2 ഫേസിലൂടെയും ഫ്ലക്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ 2 ഫേസിലൂടെയുള്ള ഫ്ലക്സിനെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ് നോക്കണം. ഇവിടെ ആദ്യം നമ്മൾ വ്യത്യാസമായിട്ട് കാണിക്കുന്നത് 2 ഫേസിലൂടെയും ഫ്ലക്സ് ഉള്ളത് കൊണ്ട് ഇവിടെ മുതലേ 2 ഇൻറ്റു എന്നെഴുതി വരും. ഓക്കെ, അത്ര മതി. 2 ഫേസിലൂടെയും ഫ്ലക്സ് ഉണ്ട്.
ആ രണ്ട് ഫേസിൻ്റെയും ഫ്ലക്സ് ഉള്ള രണ്ട് എൻഡ് ഫേസുകളുടെയും ഏരിയയാണ് എസ്. ഇനി ഈ അവിടെ നിർത്ത്, എന്നിട്ട് ബാക്കി 2s അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഈ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ Q/ε0 ഉണ്ട്, 2s ഉണ്ട്. ആരാണ് Q/s? Q/s എന്ന് പറഞ്ഞാൽ സിഗ്മ അല്ലേ. സോ σ/2ε0. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു σ/2ε0. ഇത്രയും സ്റ്റെപ്സ് നമുക്കറിയാം. എല്ലാത്തിൻ്റെയും കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു, രണ്ട് സർഫസുകളെ ഉദ്ദേശിച്ചുകൊണ്ട്. കർവ്ഡ് സർഫസിലൂടെ ആകട്ടെ ഫ്ലക്സ് ഇല്ല. സോ ഫോർമുല σ/2ε0. ഇങ്ങനെ സിമ്പിളായിട്ട് പഠിക്കുക രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള പ്ലെയിൻ ഷീറ്റ് വെച്ചാൽ ഉണ്ടാകുന്ന ഫീൽഡ് അല്ലേ ഈ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും എക്സാമിൻ്റെ ഒരു ചോദ്യം, രണ്ട് പ്ലെയിൻ ഷീറ്റുകൾ പാരലാക്കി വെച്ചാൽ അവിടുത്തെ ഫീൽഡ്, ആ രണ്ട് ഷീറ്റുകൾ കാരണമുള്ള ഫീൽഡ് എത്ര എന്ന് ചോദിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, രണ്ട് ഷീറ്റുകളും ഇതാ, ഒരു ഷീറ്റ് പ്ലസ് പോസിറ്റീവ് ചാർജാണ്, അടുത്ത ഷീറ്റും പോസിറ്റീവ് ചാർജ്, രണ്ടാളുടെയും ചാർജ് ഡെൻസിറ്റി സെയിം ആണ്, പ്ലസ് സിഗ്മ. ഇങ്ങനെ വന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ 3 റീജിയനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊന്ന്, ഇത് രണ്ടിനും ഇടക്ക്, ഒന്നൊന്ന് ഇവിടെ. ഇങ്ങനെ 3 റീജിയനുകൾ ഉണ്ടാവും ഇവിടെ. ആ 3 റീജിയനുകളുടെ ഫീൽഡ് നോക്കുമ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ദ 2 ഷീറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തുകൊണ്ട് 0? ഒന്നാമത്തെ ഷീറ്റിൻ്റെ ഫീൽഡ് അങ്ങോട്ടുണ്ടാവും, പോസിറ്റീവിൻ്റെ ഫീൽഡ് പുറത്തേക്ക്. രണ്ടാമത്തവൻ്റെ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും അല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി 0 ആകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്നാമത്തവൻ്റെ ഷീറ്റിൻ്റെ ഫീൽഡും അങ്ങോട്ടായിരിക്കും, രണ്ടാമത്തവൻ്റെ ഫീൽഡും അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ഒരാളുടെ ഫീൽഡ് σ/2ε0, മറ്റാളുടെ ഫീൽഡ് σ/2ε0, രണ്ടും കൂടി ആഡ് ചെയ്താൽ σ/ε0. ഇവിടെ രണ്ട് ഷീറ്റിൻ്റെ ഫീൽഡും ഒരേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെയും ഫീൽഡ് എന്താ വരിക? ടോട്ടൽ ഫീൽഡ് σ/ε0. നടുക്ക് ഫീൽഡ് 0 ആയിരിക്കും, ക്യാൻസൽ ചെയ്ത് പോകും. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് മനസ്സിരുത്തി നോക്കുക ഡയറക്ഷൻ ശരിയായി വന്നില്ല എന്നുള്ളത്. എന്നാൽ ഇത് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക, 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നാൽ ഒന്ന് +1 -1, ഇത് പോസിറ്റീവ് ചാർജ് ഷീറ്റ്, ഇത് നെഗറ്റീവ് ചാർജ്, അങ്ങനെയൊക്കെ നേരെ റിവേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആയിരിക്കും. ഇവിടെ ഫീൽഡ് ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെയും ഫീൽഡ് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് നോക്കണേ. രണ്ട് ഷീറ്റുകൾ പാരലായി വെച്ചാൽ ഉണ്ടാകുന്ന 3 റീജിയനിലെയും ഫീൽഡുകൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ ഗോസസ് ലോയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഹോളോസ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ. നോക്കാം, ഇത് ഒരു സ്ഫെറിക്കൽ ഷെല്ലാണെന്ന് കരുതുക, ഹോളോസ്ഫിയർ. ഓക്കെ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ആ ഹോളോസ്ഫിയർ ചാർജ്ഡ് ആണ്. ഓക്കെ, ഈ ഹോളോസ്ഫിയറിൻ്റെ പുറത്തും ഉള്ളിലും സർഫസിലും ഉണ്ടാകുന്ന ഫീൽഡ്. ആദ്യം നമ്മൾ കാണുന്നത് ഹോളോസ്ഫിയറിൻ്റെ പുറത്തുള്ള ഫീൽഡാണ്, ഔട്ട്സൈഡ്. അപ്പോൾ പുറത്തുള്ള ഫീൽഡ് കാണുമ്പോൾ നമ്മൾ പുറത്തൊരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിലേക്ക് സെൻറ്റർ എന്നുള്ള ദൂരം സ്മോൾ ലെറ്റർ R, എന്നിട്ട് ആ സ്മോൾ ലെറ്റർ R റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു സ്ഫിയർ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് ഇവിടുത്തെ ഗോസിയൻ സർഫസ്. ഓക്കെ, ഇത്രയുള്ളൂ ഡയഗ്രാം. അപ്പോൾ ആദ്യം ഹോളോസ്ഫിയർ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R, ഔട്ട്സൈഡിലൊരു പോയിന്റ് എന്നോ പീന്നോ മാർക്ക് ചെയ്യുക, അവിടേക്ക് സെൻറ്റർ എന്നുള്ള ദൂരം R, ആ സ്മോൾ ലെറ്റർ R റേഡിയസ് ആയി ഒരു സ്ഫിയർ, അതാണ് ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസിൻ്റെ ഈ ഭാഗത്ത് നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പുറത്തേക്കായിരിക്കും. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും പുറത്തേക്കായിരിക്കും. ഇനി പതിവ് പോലെ ഇൻ്റഗ്രൽ E.ds ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ E.ds cos 0 ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഇൻ്റഗ്രൽ E.ds സെയിം, E ഇൻറ്റു ഇൻ്റഗ്രൽ ds ഇസ് ഈക്വൽ ടു അത് തന്നെ E ഇൻറ്റു S ഈക്വൽസ് Q/ε0. ഇവിടെ എസ്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ബാക്കി സ്റ്റെപ്പുകളൊക്കെ നേരത്തെ എഴുതിയ പോലെ തന്നെയല്ലേ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സ്ഫിയറിൻ്റെ ഏരിയ 4πr² ഇസ് ഈക്വൽ ടു Q/ε0. സോ E ഈസ് ഈക്വൽ ടു 4πr² അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എന്തായി? 1/4πε0. ഈ 4ഉം πയും ε0. പിന്നെ Q ഇവിടെ ഉണ്ട്, ഇവിടുത്തെ r² ഇങ്ങോട്ടും. സോ 1/4πε0 Q/r². പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഫോർമുല. ഇത് ഔട്ട്സൈഡ് ഫീൽഡാണ്. സിമ്പിളായി ഡിറൈവ് ചെയ്യുക. ആദ്യത്തെ 5 വരി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ബാക്കി 6ാമത്തെ വരിയിലെ ഈ ഏരിയ എങ്ങനെ കൊടുക്കണമെന്ന് നോക്ക്. ഇനി ഇത് സർഫസിലെ ഫീൽഡ് ആകുമ്പോഴോ, ഇലക്ട്രിක් ഫീൽഡ് ഓൺ ദി സർഫസ് ആകുമ്പോൾ ചെറിയ മാറ്റം വരുത്തണം. എന്താ മാറ്റം വരുത്തേണ്ടത്? 1/4πε0 കഴിഞ്ഞ് Q/R² ആക്കണം. സ്മോൾ r എന്നത് പുറത്തുള്ള പോയിന്റിലേക്കുള്ള ദൂരം, സർഫസ് ആകുമ്പോൾ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ സർഫസിലെ ഫീൽഡിൻ്റെ മറ്റൊരു ഫോർമുല σ/ε0. രണ്ടും ഓർത്ത് വെക്കണം, σ/ε0. ഇനി
ഉള്ളിലെ ഫീൽഡ് ചോദിക്കും. ഉള്ളിലെ ഫീൽഡ് കാണുമ്പോൾ ഉള്ളിൽ ചാർജ് ഉണ്ടോ? ഇല്ല. നമ്മൾ നോക്കണം, ഈ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്ന ആ ചാർജല്ലേ ഇത്. ഓക്കെ, ഇതാണ് ഇത് ക്യൂ പറഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡാണ്. ഉള്ളിലെ ഫീൽഡ് കാണുമ്പോൾ ഇതാണ് ഹോളോസ്ഫിയർ. ഈ ഹോളോസ്ഫിയർ ചാർജഡ് ആണ്. ഈ ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിലെ ഫീൽഡ് കാണുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് സെൻറ്റർ എന്നുള്ള ദൂരം r, ഗോസിയൻ സർഫസ് ഇങ്ങനെ എടുക്കും. ഗോസിയൻ സർഫസ് ഈ രീതിയിൽ എടുത്താൽ ആ ഗോസിയൻ സർഫസിൻ്റെ ഉള്ളിൽ വല്ല ചാർജും ഉണ്ടോ? ഇല്ല. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഭാഗം 0 ആയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? 0, ഉള്ളിൽ 0. അപ്പോൾ ഔട്ട്സൈഡാണ് എക്സാമിന് ചോദിക്കുക. ഔട്ട്സൈഡിൻ്റെ കൂടെ സർഫസോ ഇൻസൈഡോ കൂട്ടി ചോദിക്കും. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. സോ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ഡെറിവേഷനുകൾ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട എക്സാമിന് പഠിക്കാനുണ്ട്. 3 അപ്ലിക്കേഷൻസ്. സിമ്പിളായിട്ട് 3ഉം പഠിക്കുക. 5 വരി എല്ലാത്തിനും ഒരുപോലെ പഠിക്കുക. വ്യത്യാസം ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി ഗോസസ് ലോയിലെ ഈ 3ാമത്തെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഗ്രാഫ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി y ആക്സിസിലും ഡിസ്റ്റൻസ് x ആക്സിസിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഗ്രാഫ് വരക്കേണ്ടത് ശ്രദ്ധിക്കട്ടോ. ഞാൻ ആ സ്ഫിയർ ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഹോളോസ്ഫിയർ എന്ന് കരുതുക. ഹോളോസ്ഫിയറിൻ്റെ സെൻറ്ററാണ് ഒറിജിൻ ആക്കി എടുത്തത്. അപ്പോൾ ഇത്രയും ഭാഗം ഹോളോസ്ഫിയറിൻ്റെ ഇൻസൈഡ്, ഇത് സർഫസ്, ഇത് ഔട്ട്സൈഡ് അല്ലേ? ഇനി പറയടാ, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ? ഓക്കെ, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് 0. എന്നാൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ? ഉണ്ട്. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇത് സർഫസിലെ ഫീൽഡ് ഇത്രയുമാണ് എന്ന് കരുതുക. പിന്നെ പുറത്തേക്ക് വരുന്തോറും ഫീൽഡ് കുറഞ്ഞു വരും. ഓക്കെ, ഞാൻ ഗ്രാഫ് ഒന്നുകൂടി നീറ്റായിട്ട് വരക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി y ആക്സിസിലും ഡിസ്റ്റൻസ് x ആക്സിലും എടുത്ത് ഗ്രാഫ് വരച്ചാൽ ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിലും പുറത്തുള്ള ഗ്രാഫ് വരച്ചാൽ ഉള്ളിൽ ഫീൽഡ് 0, സർഫസിൽ ഫീൽഡ് മാക്സിമം, ഇത് സർഫസിലെ ഫീൽഡാണ്. പുറത്തേക്ക് പോരും തോറും ഫീൽഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇത് ഔട്ട്സൈഡ്, ഇത് ഇൻസൈഡ്. ഈ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി സർഫസ്. ഓക്കെ, അപ്പോൾ ഗ്രാഫും എക്സാമിന് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട് പ്രൂഫ് പഠിച്ചു, 3 അപ്ലിക്കേഷൻസ് പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു 1-2 പോയിന്റുകൾ കൂടി ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഗോസസ് ലോയിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു ഗോസിയൻ സർഫസ്, ഒരു സ്ഫിയർ. ആ സ്ഫിയറിനകത്തൊരു ഡൈപോൾ ഇരിക്കുന്നു എന്ന് പറയാം. സ്ഫിയറിനകത്തൊരു ഡൈപോൾ. അങ്ങനെയെങ്കിൽ ആ സ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് എത്ര? ഡൈപോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, 2 ചാർജുകളാണ്. ഒന്ന് +q, മറ്റൊന്ന് -q. സ്ഫിയർ പറഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് കാണാനുള്ള ഫോർമുല 1/ε0 ഇൻറ്റു q എൻക്ലോസ്ഡ്. എത്രയാണ് എൻക്ലോസ്ഡ് ചാർജ്? 2 ചാർജുകൾ, ഒന്ന് +q, ഒന്ന് -q. രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ചാർജ് 0 അല്ലേ? ടോട്ടൽ ചാർജ് 0 ആകുമ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? 0. 1/ε0 ഇൻറ്റു 0. ഒരു ഡൈപോൾ അല്ല, 10 ഡൈപോൾ വെച്ചാലും ആ സ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും? 0. കാരണം ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. q എൻക്ലോസ്ഡ് 0, അപ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്യൂബിൻ്റെ കൃത്യം സെൻറ്ററിൽ, പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്യൂബിൻ്റെ സെൻറ്ററിലായി ഒരു പോയിന്റ് ചാർജ് ഇരിക്കുന്നു. ക്യൂബിന് 6 ഫേസുകളല്ലേ? അപ്പോൾ ക്യൂബിൻ്റെ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എത്ര? 6 ഫേസും കൂടി എടുക്കുമ്പോഴല്ലേ ക്ലോസ്ഡ് സർഫസ് ആവുള്ളൂ. ക്ലോസ്ഡ് സർഫസ് ആകുമ്പോൾ ക്യൂബിലൂടെയുള്ള ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് 1/ε0 ഇൻറ്റു q അല്ലേ? അപ്പോൾ അതിൽ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് ചോദിച്ചാൽ /6 ചെയ്യണം. ഓക്കെ, 6 ഫേസും കൂടി ചേരുമ്പോഴാണ് ക്ലോസ്ഡ് സർഫസ് ആവുക. ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് 1/ε0 ഇൻറ്റു q. അപ്പോൾ അതിൽ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് ആകുമ്പോൾ 1/ε0 ഇൻറ്റു q /6. മറക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് ഒരു സ്ഫിയർ, ഇത് മറ്റൊരു സ്ഫിയർ. ഈ സ്ഫിയർ S1, ഈ സ്ഫിയർ S2. S1 എന്ന സ്ഫിയറിനകത്തൊരു ചാർജ് q, ഇവിടെ ഒരു ചാർജ് 2q. ശ്രദ്ധിക്കണേ, S1 എന്ന സ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് കാണാൻ പറഞ്ഞാൽ 1/ε0 ഇൻറ്റു S1ൻ്റെ ഉള്ളിലെ ചാർജ് q ആണ്. എന്നാൽ S2 എന്നുള്ള സ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് കാണാൻ പറഞ്ഞാലോ 1/ε0 ഇൻറ്റു S2 എന്ന സ്ഫിയറിനകത്താണ് 2qയും q ഉള്ളത്. അപ്പോൾ 2q + q ചെയ്യണം. 2q + q എന്ന് പറഞ്ഞാൽ 3q. സോ 1/ε0 ഇൻറ്റു 3q. ഓക്കെ, സോ ഗോസസ് ലോയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറക്കരുത്, ആദ്യത്തെ ഭാഗത്തെ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്, അതേപോലെ ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ട ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, അതിൽ പ്രധാനമായും ക്വാണ്ടൈസേഷൻ, കൂളോംസ് ലോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ ഫോം, അവിടുത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം മറക്കരുത്. അത് കഴിഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്,
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ, ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പഠിക്കുക, ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, ഡൈപോൾ മൊമെൻറ്റ് ഡെഫിനിഷൻ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ്, അതേപോലെ ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ആക്സിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡെറിവേഷൻ, ഇക്വറ്റോറിയൽ ലൈനിലെ ഡെറിവേഷൻ, രണ്ടു തമ്മിലെ റിലേഷൻ, യൂണിഫോം ഫീൽഡിൽ ഡൈപോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ, നെറ്റ് ഫോഴ്സ് 0, ഏത് മോഷൻ കാണിക്കുന്നു, ടോർക്കിൻ്റെ ഫോർമുല, അതിൻ്റെ വെക്ടർ ഫോം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, നോൺ യൂണിഫോം ഫീൽഡിൽ കാണിക്കുന്ന മോഷൻ. ഓക്കെ, അതിനുശേഷം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ്, ഗോസസ് ലോ സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ ഫോം, അതേപോലെ പ്രൂഫും 3 അപ്ലിക്കേഷൻസും, അതേപോലെ ഗോസസ് ലോയെ സംബന്ധിക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസും. ഓക്കെ, എല്ലാം സെറ്റായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.